ഹലോ ഹായ് നമസ്കാരം. ആകസ്മികമായൊരു കൂട്ടിമുട്ടൽ സംഭവിച്ചപ്പോൾ ആ കൂട്ടിമുട്ടിയ വ്യക്തിയുമായിട്ട് കുറച്ച് നേരം സംസാരിക്കണം. എനിക്കറിയാവുന്നതും ചിലപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത പുതിയ കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അശ്വിനെ കൂടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നല്ല വെയിലുള്ള നല്ല ചൂടുള്ളൊരു സ്ഥലത്താണ്. വെയിലിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഞങ്ങൾ ചെടികൾക്കിടയിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഭയങ്കരമായിട്ട് സൺസെറ്റാണ്. മറ്റേ ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലൈറ്റ് മാറും. അതെ, കുറച്ചും കൂടി സമയം മാറുന്നതനുസരിച്ചിട്ട്. സോ എൻ്റെ കൂടെ ഇരിക്കുന്നത് ലെൻസ്മാൻ എന്നുള്ള പേരിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അറിയാവുന്ന അശ്വിൻ എന്ന് അടുത്തറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്ന അശ്വിൻ ഭരദ്വാജാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ലെൻസ്മാൻ റിവ്യൂസിൻ്റെ ഒരുപക്ഷെ മലയാളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റിവ്യൂ പബ്ലിഷ്, അതായത് ഇപ്പം വെബ്സൈറ്റ് ആയിട്ടാണെങ്കിലും യൂട്യൂബ്, എന്നെയൊക്കെ നിങ്ങൾ യൂട്യൂബിലൂടെയാണ് അറിയുക. അപ്പോൾ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള റിവ്യൂവേഴ്സിൽ ഒരുപക്ഷെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് അശ്വിൻ എന്ന് പറയുന്നത്. സോ വെൽക്കം. താങ്ക് യു. ഹെവി ഇൻട്രോ. ഏറ്റവും സീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പാരലായിട്ടോ എനിക്ക് കുറച്ച് മുന്നേ ആയിട്ടോ ഒക്കെ തുടങ്ങിയവരുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ അധികം ആൾക്കാരും കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മെല്ലെ ഫെയ്ഡ് ഔട്ടായി പോയി എന്നുള്ള പോലെ, ലൈക്ക് അവർ വേറെ ഇതിലേക്ക് പോയി എന്നുള്ള ഒരു ഇതിൽ പോയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കുറേ കാലം നിന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു 10-11 ഈ കഥ ഞാൻ ഓൾറെഡി ഒരു സ്ഥലത്ത് പറഞ്ഞാണ്. നമ്മുടെ സുധീഷിൻ്റെ മൺസൂൺ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്. കൊറോണ സമയത്ത് സുധീഷ് അങ്ങനെ കുറച്ച് പേരുമായിട്ടൊരു ടോക്ക് നടത്തിയിട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സുധീഷുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം, അതായത് 2010-11 സമയത്താണ് എല്ലാവരും കൂടെ മറ്റേ മൈഗ്രേറ്റ് ചെയ്തത്. ഓർക്കുട്ട് എല്ലാവർക്കും മടുത്തു തുടങ്ങി. ഓർക്കുട്ടിനെ ജിമെയിൽ ഏറ്റെടുത്ത് നശിപ്പിച്ച് ഇതാക്കിയപ്പോഴേക്കും എല്ലാവരും ഫേസ്ബുക്കിലേക്ക് മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫേസ്ബുക്കിനൊരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്നുള്ളൊരു സംഗതി, അതായത് നമ്മുടെ ഫ്രണ്ട്സിന് കാണാൻ കുറച്ച് പോസ്റ്റ് ഇടുക എന്നുള്ളതല്ലാതെ നമുക്ക് നാട്ടുകാർ മൊത്തം കാണാവുന്ന രീതിയിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പേജ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് ആ ഒരു സമയത്ത് മനസ്സിലായി. ഞാൻ ഓൾറെഡി ചെറുതായിട്ട് കോളേജ് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമേനോട് താല്പര്യമുണ്ട്. എന്ത് താല്പര്യമാണെന്നുള്ളതിലൊന്നും അങ്ങനെ വലിയ വ്യക്തതയൊന്നും ഇല്ലെങ്കിലും സിനിമേനോട് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കാണുക, ആ കണ്ട സിനിമേനെ പറ്റിയിട്ട് ആളുകളോട് സംസാരിക്കുക, ഈ പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇത് കോളേജ് കഴിഞ്ഞപ്പം ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ പോയി കാണുക എന്നുള്ള ഒരു ശീലമായി. പിന്നെ ഫേസ്ബുക്ക് ആ സമയത്തൊരു പുതിയൊരു സംഗതി ആയതുകൊണ്ട് കണ്ട സിനിമകളെ പറ്റിയൊക്കെ ഫേസ്ബുക്കിലൊരു പാരഗ്രാഫ് ചുമ്മാ എഴുതുക. വളരെ ഇതായിട്ടുള്ള അമച്വറിഷ് ആയിട്ടുള്ള ഭാഷയിലൊക്കെയാണ്. മറ്റേ രാജുവേട്ടൻ റോക്സ് 4 സെഡ് ഉണ്ടാകുന്ന ടൈപ്പ് സാധനം ഉണ്ടല്ലോ. അതിന്റെ കൂടെ ലെൻസ്മാനിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെയൊന്നും എത്തിയിട്ടൊന്നുമില്ല. ലൈക്ക് എനിക്കിഷ്ടപ്പെടുന്ന അതിലെ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകളൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് അന്ന് നമുക്ക് അത്രയും വലിയ ജ്ഞാനമൊന്നും ഇല്ല. സിനിമാറ്റോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ലോ മോഷൻ ആണെങ്കിലും അതാണെങ്കിലും ആണ്. അപ്പോൾ ആ രീതിക്കാണ് പറയുക. അതൊരു പാരഗ്രാഫൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സാധനം ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് പോകുന്ന സമയത്താണ് ഒരു പോയിന്റിൽ ഈ പറഞ്ഞ പോലെ പേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അവിടെ ആകുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് കാണുന്നത്. അവരാണ് അതിന് ലൈക്കും കമൻറ്റും ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ പേജിലേക്ക് ഇട്ട് തുടങ്ങിയ സമയത്ത് നമുക്കറിയാതൊരു ഇതിനോടൊരു സീരിയസ്നെസ് വന്നു തുടങ്ങും. അതായത് നമ്മുടെ ഫ്രണ്ട്സ് കണ്ട് കമൻറ്റ് ചെയ്യുന്ന പോലെയല്ല, നമ്മളെ അറിയാത്ത ആൾക്കാർ നമ്മുടെ അഭിപ്രായം കണ്ടിട്ട് കമൻറ്റ് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, നമ്മൾ ഇതിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണണം. അപ്പോൾ ഗ്രാജ്വലി ആ ലാംഗ്വേജ് ഒന്ന് മെല്ലെ മെല്ലെ മാറി വന്നു. എനിക്ക് തോന്നുന്നു 2011 ജൂലൈയിലാണ് ഞാൻ ഈ പേജ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അതിൻ്റെ ശേഷം ജോബ് കിട്ടി 2012 മാർച്ച് ആയ സമയത്ത് ഞാൻ വെബ് ഡെവലപ്മെൻ്റ് ആയിരുന്നു ചെയ്തത്. അപ്പം വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ എന്നോട് ചോദിച്ചു, നീ എന്തായാലും എല്ലാ വെള്ളിയാഴ്ചയും ഇറങ്ങുന്ന എല്ലാ സിനിമയും പോയി കാണുന്നുണ്ട്, അതിനെ പറ്റിയിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്, എന്നാൽ പിന്നെ ഏതായാലും ചെയ്യുന്ന പണി വെബ്സൈറ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഏണിങ് ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആണല്ലോ. അതിപ്പം നമ്മൾ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ഫേസ്ബുക്കിൽ വന്നാലും ഇപ്പോൾ സ്ട്രൈക്ക് ഇടുന്ന പരിപാടിയെല്ലാം ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക്, യൂട്യൂബ് എന്ന് പറയുന്ന മീഡിയത്തിനെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലോ എന്ത് ക്രിയേറ്റീവ് സ്വാതന്ത്ര്യം എന്താണെങ്കിലും അവരുടെ നിയമങ്ങളുടെ ഉള്ളിൽ നിൽക്കണം. സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർ ഞാനാണ്. ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു സാധനം. അതായത് ഈ ലെൻസ്മാൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ മെയിൻ്റനൻസ്,
അതിൽ കണ്ടന്റ് ഇടുന്നത്, അതായത് ടൈപ്പ് ചെയ്ത് വേറൊരാളെ ഏൽപ്പിക്കൽ എന്ന് പറയുന്നൊരു പ്രോസസ്സല്ല, കംപ്ലീറ്റ്ലി ഒരു വൺ മാൻ പരിപാടിയാണ്. അതെ, അതായത് നിങ്ങൾ കാണുന്ന എല്ലാ സാധനവും ഫേസ്ബുക്കിലിടുന്ന, എനിക്കൊരു റിവ്യൂ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ പ്രോസസ്സാണ്. വീട്ടിൽ വരുന്നു, സാധനം എഴുതി സെറ്റാക്കുന്നു, അതിന് ഓൾമോസ്റ്റ് ഒരു 1.5-2 മണിക്കൂർ എടുക്കും ഇത് മൊത്തം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എഴുതി സെറ്റാക്കാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് അതിൻ്റെ ഒരു പ്രൂഫ് റീഡിങ് പോലെ അതൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം എൻ്റെ വെബ്സൈറ്റ് തുറന്ന് അതിൻ്റെ ബാക്ക് എൻഡിൽ ഞാൻ തന്നെയാണ് എഴുതുന്നത്. അപ്പം നിങ്ങൾ തംബ്നെയിലായിട്ട് വെബ്സൈറ്റിൽ കാണുന്ന തംബ്നെയിലായിട്ടുള്ള സാധനം ഡിസൈൻ ചെയ്യുന്നത് ഞാനാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലെ ക്യാപ്ഷൻ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ടെക്നിക്കലായ സാധനമുണ്ട്. എന്താ പറയുക, ക്യാഷ് പെർ ചെയ്യുക എന്നൊക്കെ പറയും. അതായത് പുതിയ പോസ്റ്റ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കാണാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിലേക്ക് ഇടുമ്പോൾ ഞാനൊരു കാർഡ് കൂടെ വെക്കാറുണ്ട് വിത്ത് ക്യാപ്ഷൻ, അതായിട്ട് നമ്മുടെ തംബ്നെയിലൊക്കെ പോലെ. അത് തന്നെ, അത് തംബ്നെയിൽ പോലെ തന്നെ. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസൈൻ അതുണ്ടാവും, അത് ചെയ്യുക. അതെടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുക, ലൈക്ക് ടെലഗ്രാം, എനിക്ക് ഇപ്പോൾ വാട്സാപ്പിലെ ചാനലുണ്ട് അവിടെ പോസ്റ്റ് ചെയ്യുക. ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചാനൽ കിടക്കുന്നുണ്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്യുക. ഇതൊരു ഇങ്ങനെ ഒരു പ്രോസസ്സ് പോലെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് യൂട്യൂബിലേക്ക് കിടക്കുക, വീഡിയോയിലേക്ക്. ഞാൻ എഴുതി വെച്ചിട്ടുള്ള വെബ്സൈറ്റിൽ എഴുതിയിട്ടുള്ള സാധനത്തിനെ ഒന്ന് മലയാളത്തിലേക്ക് സ്ക്രിപ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ആ വീഡിയോ എഡിറ്റ് ചെയ്യണം, ആ വീഡിയോ അപ്ലോഡ് ചെയ്യണം, അതിൻ്റെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ അകത്തുനിന്നൊരു റീലിനോ ഷോർട്സിനോ വേണ്ടിയിട്ട് ഒരു ഭാഗം പോർഷൻ മാറ്റി എഡിറ്റ് ചെയ്യണം. ഇത്രയും പരിപാടി ചെയ്യണം. ഇപ്പം നിലവിൽ ഒരു സിനിമയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം 5 മണിയുടെ അടുത്താവും. 5 മണി 5:30 ആകുമ്പോഴത്തേക്കും ഒരു ദിവസം മാക്സിമം 2 പടം 2 പടം കാണാൻ പറ്റൂ. ഒരു റിവ്യൂ ഇടാനാണെങ്കിൽ ഒരു റിവ്യൂ. രണ്ടാമത്തെ പടം ഞാൻ ഈ 6 മണിയുടെ 7 മണിയുടെ ഷോനായിരിക്കും പോവുക. അത് കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും രാത്രിയാവും. ക്ഷീണമാണെങ്കിൽ ഉറങ്ങും, ഇല്ലെങ്കിൽ ആ രാത്രി അത് എഴുതി റെഡിയാക്കും. പിറ്റേ ദിവസം രാവിലെ ബാക്കി പ്രോസസ്സ്, ഈ പറഞ്ഞ പരിപാടികൾ. അപ്പോൾ ഈ പ്രോസസ്സിലേക്ക് വരുന്ന, അതായത് എഴുതിക്കൊണ്ടിരുന്ന ഒരാൾ അവിടെ ഒരു നല്ല റീച്ചുണ്ട്. ഈ എഴുതുന്നതിന് കുറച്ചും കൂടി എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനം, എഴുതുന്ന ആൾക്ക് കുറച്ചും കൂടി ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഒരു ഓത്തൻറ്റിക് സ്വഭാവമുണ്ട്. അതായത് യൂട്യൂബിൽ റിവ്യൂ ഇടുന്ന ആളെക്കാളും വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈവൻ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഈ എഴുതിയിടുന്ന ആൾ, എനിക്ക് അശ്വിനോട് തുടക്കത്തിലൊക്കെ ഭയങ്കര അസൂയ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മനോരമ റിവ്യൂ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ, മാതൃഭൂമി റിവ്യൂ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ, ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്, ഇതിൻ്റെ കൂടെ ലെൻസ്മാൻ്റെ ടൈറ്റിലും കൂടി വെക്കും. നമ്മൾ റിവ്യൂ തന്നെയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ എടുത്ത് എഴുതുന്നു എന്ന് എനിക്ക് ഭയങ്കര അസൂയ ഉണ്ടായിരുന്ന ഒരു സാധനം. അത് ആകെ മാറിയത് പാൽത്തു ജാൻവറിൻ്റെ റിവ്യൂസ്, അവർ കുറേ റിവ്യൂസ് കൊടുത്ത കൂട്ടത്തിൽ ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടി കൊടുത്തു. അപ്പം ഈ എഴുതുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഓത്തൻറ്റിക് ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വ്ളോഗായിരുന്നു, ബ്ലോഗായിരുന്നു. ബ്ലോഗ് എന്ന് പറയാലോ അല്ലേ? ബ്ലോഗ് സ്റ്റൈലിനെ ബ്ലോഗ് എന്ന് പറയാം, അതൊരു ഇതായിട്ടുള്ള ഏരിയ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ യൂട്യൂബേഴ്സും മറ്റേ റിവ്യൂ ബോംബിങ് നശിപ്പിക്കൽ, നമുക്ക് എവിടെ നിന്നൊക്കെയോ ഈ സിനിമാക്കാരും പിന്നെ കുറച്ച് പ്രമുഖ മാധ്യമങ്ങളൊക്കെ ചാർത്തി തന്നൊരു നെഗറ്റീവ് ഷെയ്ഡുണ്ട്. എന്താണ് യൂട്യൂബിലേക്ക് വരാനുള്ളൊരു കാരണം? വയനാട് ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഒന്നൊരു ഫണ്ട് കളക്ട് ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും കൂടെ ഒരു ലൈവ് വന്നപ്പോൾ ഞാൻ ആകസ്മികമായിട്ട് അതിൽ വന്നു. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കിയ സമയത്ത് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് വന്നത്. എനിക്ക് പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് എനിക്ക് ചാനൽ ഉണ്ടെങ്കിലും 2015 ഞാൻ ചാനൽ തുടങ്ങി. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഇന്നത്തെ പോലെ ഇതല്ല, അതായത് മറ്റേ LED ലൈറ്റ് അധികം കിട്ടില്ല. കല്യാണത്തിന് യൂസ് ചെയ്യുന്ന നമ്മൾ വേറത്ത് കുളിക്കുന്ന മഞ്ഞ ലൈറ്റ് ഉണ്ടല്ലോ, അത് 2 വാങ്ങി വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് ഇപ്പം വേർക്കുന്നത് പോലെ ഞാൻ എൻ്റെ മുറി കിടന്ന് വേർക്കും. ഞാൻ 2018 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോഴും ഈ സാധനം വികസിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇപ്പം ഈ പറയുന്ന മൈക്ക് നമ്മൾ അന്ന് വേണമെങ്കിൽ നമ്മൾ മറ്റേ 50,000 രൂപ കൊടുത്ത് സെനൈസറിന്റെ വയർലെസ് സ്ലീപ്പർ. എൻ്റെ ചാനലിൽ കുറേ പഴയ വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട്. അതിൽ എനിക്ക് മുടിയുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഒരു വട്ടത്തിലുള്ള ഒരു ബ്ലൂ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മൈക്ക് ഉണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഞാൻ തുടങ്ങി നോക്കിയതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഒരു ഇത് പറയുന്നതാണ്, ആട് 2 ഇറങ്ങിയ ദിവസം മലയാളത്തിൽ 4 സിനിമയാണ് മൊത്തം റിലീസ് ചെയ്തത്. ആട് 2, മായാനദി,
വിമാനം, പിന്നെ ആന അലറലോടലറൽ എന്ന് പറഞ്ഞിട്ട് ഈ 4 പടം. അപ്പം 4 പടമൊന്നും ഞാൻ ഈ ചെയ്യുന്ന ഫോർമാറ്റ് ഉണ്ടല്ലോ, റിവ്യൂ എഴുതുക, അത് കഴിഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കുക, അല്ല വീഡിയോൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അത് വീഡിയോ ആക്കുക, അത് എഡിറ്റ് ചെയ്യുക. പിന്നെ അന്ന് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കണക്കാണ് 2015 സമയത്തൊന്നും. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ഒരു സാധാരണ ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതൊന്നും എല്ലാം വെച്ചിട്ട് നമുക്കത് റെഡിയാവില്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്കൊന്ന് മെക്സിക്കൻ, ഭാരത അങ്ങനത്തെ സിനിമകളൊക്കെ വീഡിയോ റിവ്യൂവും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വെളിങ്ങനെ മുന്നോട്ട് പോയില്ല. ഇത് പോസിബിൾ അല്ല, ലൈക്ക് ഇങ്ങനെ പോവില്ല, നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. ഇതൊരു പണിയായി മാറുന്നുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിട്ട് ചെയ്യുന്ന സാധനമാണ്. അതൊരു പണിയായി മാറുന്നുള്ള ലെവലായപ്പം നിന്നു. പിന്നെ ഇത് അതേപോലെ 2019 അടുത്തെങ്ങാനും ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കി. അതായത് ഈ ക്യാമറയും പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ ഫോണിൽ തന്നെ ചെയ്യലും. അപ്പോഴും കുറച്ച് സമയം ചെയ്തു, പിന്നെ അതങ്ങ്, കാരണം ആ സമയത്ത് യൂട്യൂബിന് വലിയ ബൂമില്ല. നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു സംഗതി നമുക്ക് ക്രിയേറ്റേഴ്സും കുറവാണ്. പിന്നെ ആളുകൾ യൂട്യൂബിന് റിവ്യൂവിൻ്റെ ഒരു മീഡിയമായിട്ട്, അതായത് റിവ്യൂ അറിയാൻ യൂട്യൂബിൽ പോയിട്ട് അടിച്ചു നോക്കുക എന്ന് പറയുന്ന പരിപാടി വളരെ കുറവാണ്. അപ്പോൾ ഈ 2 സാധനവും വന്നുകൊണ്ട്, അതായത് നമ്മൾ ഇടുന്ന എഫേർട്ടിനുള്ള ഔട്ട്പുട്ട് അവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പിന്നെ ഞാൻ പൊതുവെ അന്തർമുഖനായിട്ടുള്ള വ്യക്തിയാണ്, എക്സ്പ്രഷൻ ഇല്ല. ഈ പറഞ്ഞ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഇപ്പം കുറവാണ് ആൾക്കാർക്ക് ഞാനുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. തുടക്കത്തിൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോൻ്റെ പലതിൻ്റെ അടിയിലുണ്ടാവും തനിക്കൊന്ന് ചിരിച്ചിട്ടൊക്കെ പറഞ്ഞൂടെ. ഇപ്പോൾ ഉള്ള വീഡിയോസിലെ ആൾക്കാർക്ക് ഞാനുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് വെളിങ്ങനെ അതുമായിരിക്കാം. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാൾ ഇങ്ങനെയാണെന്നും അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ തുടക്കത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ആൾക്കാർ വന്നിട്ട് പറയും തനിക്കൊന്ന് ചിരിച്ചിട്ടൊക്കെ പറഞ്ഞൂടെ, ആരെയോ കൊല്ലാൻ നിൽക്കുന്ന പോലെ പറയണമെന്നൊക്കെയുള്ള രീതിയിൽ പറയും. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ കുറച്ച് കോൺഷ്യസ് ആയി പോകും. ഇതിപ്പോൾ ഉണ്ണി എന്നോട് ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് കുറച്ചൊന്ന് ലൈറ്റനപ്പ് ആവാൻ പറ്റുന്നത്. അതല്ലാതെ നിങ്ങൾ എന്നോടൊരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖം സ്വാഭാവികമായിട്ടും ഇതായിപ്പോകും. ചിലർ സജസ്റ്റ് ചെയ്തൊരു സാധനമായിരുന്നു, അതായത് നിങ്ങൾ ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആവാൻ പറ്റും. പക്ഷേ എനിക്കെന്തോ സബ് കോൺഷ്യസ്ലി ഞാൻ ഇതാവുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്നെ കേൾക്കുന്നു എന്നുള്ളൊരു ഫീലാണ് വരിക. അപ്പോൾ ഞാൻ അറിയാതെ ഈ പറയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കും ആൾക്കാർക്കും അറിയാം ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് വരുന്ന പോലെ ഇങ്ങനെ ന്യൂസ് വായിക്കുന്ന പോലെ ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഞാനത് ഫോഴ്സ് ചെയ്യുന്നതല്ല, ഇത് എൻ്റെ റിയൽ ഐഡന്റിറ്റീനെ കഷ്ടപ്പെട്ട് മറച്ചു പിടിച്ച് ഞാൻ മസിൽ പിടിച്ച് പറയുന്നതല്ല. ക്യാമറ ഓൺ ആയാൽ അതങ്ങനെയാണ് എനിക്ക് എൻ്റെ മുഖത്തുനിന്ന് വരിക. ഈ അന്തർമുഖത്വം ഉള്ളത് കൊണ്ടും ഇതെല്ലാം പിന്നെ ഈ എഫേർട്ടിനുള്ളത് കിട്ടാത്തത് കൊണ്ടും ഒക്കെ വേണ്ട, നമുക്ക് നമ്മുടെ ഇതന്നെ മതി. പിന്നെ നമ്മൾ പറയില്ലേ പ്രൈവസി എന്ന് പറയുന്ന സാധനം, ഇപ്പം വലിയ പ്രശ്നമൊന്നും നിലവിലില്ല. കോഴിക്കോട് നിന്നൊന്നും അങ്ങനെ ആൾക്കാർ കണ്ട് പറയാൻ വരുന്നതോ ഒന്നുമില്ല. വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ കണ്ടാലായി. എന്നെ അറിയണ്ട, എൻ്റെ ബ്ലോഗും കാര്യം അറിഞ്ഞാൽ മതി. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് പലർക്കും ഇപ്പോഴും അറിയില്ല. ആരെങ്കിലും കണ്ട് മീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ലെൻസ്മാൻ അത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞ് വരും. അവസാനം ചില സമയത്ത് ഈ അടുത്തുകൂടി ഉണ്ടായിരുന്നു, എന്താ പറയുക, മൈക്കിൾ കാണാൻ പോയ സമയത്ത് ഒരാളെന്നെ കണ്ട് മനസ്സിലാക്കി അയാൾ വന്ന് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ എൻ്റെ അവസാനം ചോദിച്ചു ശരിക്കും പേരെങ്ങനെയായിരുന്നു, ആർക്കും പേരറിയില്ല. അപ്പം എനിക്ക് അത് ഒരു കുഴപ്പമില്ല, ഞാൻ കംഫർട്ടബിളാണ്. അതായത് എൻ്റെ വർക്കാണ് നാട്ടുകാർ അറിയുന്നത്, എന്നെ അറിയുന്നില്ല, അത് ഓക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് യൂട്യൂബിലേക്ക് വരണ്ടെന്ന് വിചാരിച്ചതാണ്. അന്ന് നിങ്ങളുടെ മറ്റേ ലൈവ് ഇതിൽ വന്നിട്ട് നമ്മുടെ ഷാസിൻ്റെ ഷാസിൻ്റെ ഇതിൽ വന്നായിരുന്നല്ലോ അത്. അപ്പോൾ അതിൽ വന്ന് ഞാൻ വന്നത് എൻ്റെ ഈ ചാനലിൻ്റെ ID നിന്നാണ് വന്നത്. ആ വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10-25 സബ്സ്ക്രൈബേഴ്സ് ഈ നമ്മുടെ അനങ്ങാതെ കിടക്കുന്ന ചാനലിൽ പെട്ടെന്നൊരു 25 സബ്സ്ക്രൈബേഴ്സ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ലാൻഡ്സ്കേപ്പ് മാറുന്നുണ്ട്, പണ്ടത്തെ പോലെ ആവുന്നില്ല, ആൾക്കാർ ഇതിനെ കുറച്ചുകൂടി കാണുന്നുണ്ട്. എന്തുകൊണ്ട് നോക്കിക്കൂടാന്നുള്ളൊരു തോന്നൽ അവിടെ നിന്ന് വന്നു. മാക്ബുക്ക് ഞാൻ അടുപ്പിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ കുറേ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്, അതായത് ലാപ്ടോപ്പ് സ്ലോ ആണ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാറിക്കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ലൈറ്റ് വാങ്ങുക. ഇങ്ങനെ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല മൈക്കും ലൈറ്റും ഇതൊന്നും. അപ്പോൾ പഴയ ഒരു ലാപ്പൽ മൈക്ക് ഉണ്ട്. ലൈറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കുമ്പം ഒരു ഈവനായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ലൈറ്റ് വേണം, അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ യൂട്യൂബ് ട്യൂട്ടോറിയൽ ഇതുപോലെ കണ്ട സമയത്ത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ സൺലൈറ്റ് യൂസ് ചെയ്യാം മതി, കർട്ടൻ തുറന്നിട്ടിട്ട് അത് മുഖത്തേക്ക് അടിക്കുന്ന പോലെ ചെയ്താൽ മതി. അപ്പം ഞാനത് ആദ്യം ചെയ്തു. ആദ്യമൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതായത് പറഞ്ഞാൽ അത്യാവശ്യം പവറുള്ള ലെൻസാണ്, ഹെവി ആയിട്ടൊരു റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് ആളുകൾക്ക് കണ്ണ് നമ്മുടെ കാണാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ്ലി ആളുകളെ
എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. നിങ്ങളെ മുഖത്ത് നോക്കി കേൾക്കുക എന്ന് പറയുമ്പോൾ. എന്നോടും ഞാൻ കണ്ണാടി വെച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ലൈറ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഉണ്ട്, ബ്ലൂ കൈറ്റ്. അപ്പം ആളുകൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യണം, കണ്ണ് കാണണം. അല്ല അങ്ങനെ ഇപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കി എന്താവും, എവിടെ വരെ പോകും നോക്കാം എന്നുള്ള പോലെ. എനിക്ക് തോന്നുന്നു 2024 ഇൻട്രസ്റ്റിംഗ്ലി മോഹിനിയാട്ടം ഭരതനാട്യത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ലൈക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചാനൽ സക്സസ് ആവണം, ഹിറ്റ് ആവണം എന്നുള്ള പോലത്തെ നിർബന്ധങ്ങളൊന്നും ആ സമയത്തില്ല. നോക്കുക. പിന്നെ ഏറെക്കുറെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഞാൻ വെബ്സൈറ്റ് മാത്രം കൊണ്ട് നടക്കുന്നതിൽ വലിയ ഇതില്ല. കാരണം കൊറോണ സമയത്ത് ഈ ലാൻഡ്സ്കേപ്പ് മൊത്തം മാറി. ആളുകൾ മൊത്തമായിട്ട് ജിയോ വന്ന് ജിയോ ഈ ഇന്റർനെറ്റിന്റെ ചാർജസ് കുറയ്ക്കുന്നിടത്താണ് ഈ ചേഞ്ച് ഭീകര. അതിന് ആൾക്കാർക്ക് ഇതൊരു പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 1 GB റീചാർജ് ചെയ്ത് അത് അല്ല 1 GB ഉണ്ടോന്നും എനിക്കറിയില്ല. MB വരെ നമ്മൾ റീചാർജ് ചെയ്തിട്ട് ഡാറ്റ ഓഫാക്കി ഓണാക്കി എന്തെങ്കിലും ഇപ്പൊ ക്രിക്കറ്റ് കുട്ടികൾക്ക് തന്തവൈബാവുന്നുണ്ട്. അല്ല ഞാൻ പറയാം, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മറ്റേ സ്കോർ നോക്കാൻ വേണ്ടി ഡാറ്റ ഓണാക്കും, എന്നിട്ട് സ്കോർ നോക്കിയതിന് ശേഷം ഡാറ്റ ഓഫാക്കി വെക്കും. ഓഫ് ചെയ്യുക അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇത് വളരെ ലിബറൽ ആയതുകൊണ്ട് നമുക്ക് ആൾക്കാർക്ക് അത് കാണാം. ഇത് യൂട്യൂബ് ഒരു ഇതല്ല, ഭയങ്കര ക്യാഷ് ഉള്ളവൻ്റെ കാര്യം എന്നുള്ള പോലെ ഒരു അഡ്വാൻറ്റേജ് ആയത് എന്താണെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2011 തൊട്ടിട്ട് ഞാനിത് ചെയ്യുന്നത് കൊണ്ട് റെഗുലറായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം ബാക്കി യൂട്യൂബ് ചാനലുകൾ പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ഒരാളും കാണുന്നില്ല വീഡിയോ. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നില്ല. നമ്മൾ പേജിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ആളെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇനീഷ്യൽ പുഷ് ഇത് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ള ഇപ്പം ഭരതനാട്യത്തിൻ്റെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് തന്നെ ഈ ഒരു പിച്ചിൽ പോലുമല്ല, വളരെ ഒരു ഇത്രയും താഴെ ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് തന്നെ അറിയില്ല ഓവർ എക്സ്പ്രസീവ് ആവണോ, എന്താ വേണ്ടത് എന്നുള്ളത് നമുക്ക് തീരെ ഒരു ഐഡിയ ഇല്ല ഇതിനെ പറ്റിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്ത് കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പിച്ച് മാറ്റി പിടിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ പഠിച്ച് പോകുന്നതാണ്. നമ്മൾ ഈ യൂട്യൂബിൽ ഞങ്ങളെ എല്ലാവരും, ഇപ്പം ഞാനാണെങ്കിലും അശ്വൻ കോക്കാണെങ്കിലും സുധീഷ് ഭായി ആരെടുത്ത് നോക്കിയാൽ എല്ലാവരും ഇടയ്ക്കൊന്ന് ഏറിപ്പോവും ഏതെങ്കിലും ഒരു റിവ്യൂവിൻ്റെ പേരിൽ. നിങ്ങൾ യൂട്യൂബിൽ വന്നതിന് ശേഷം ഇടയ്ക്ക് പോയിട്ടില്ലല്ലേ? ഐ മീൻ എയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന ലെവലിലേക്ക് ഞാൻ പോകില്ല, മനസ്സിലായി? സ്ട്രാറ്റോസ്ഫിയറിന്റെ കുറച്ച് താഴെ ലെവലിലേക്ക് പോകും. നിങ്ങൾ ചിലപ്പോൾ ശൂന്യാകാശം വരെ ചിലപ്പോൾ മറ്റേ ഇൻഡസ്ട്രിയലറാ പോയിട്ട് ടൈമൊക്കെ സ്ലോ ആവും. നിങ്ങൾ ഈ എഴുത്തിന്റെ സമയത്ത് ഏറിപ്പോക്കുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് മാത്രമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സിനിമാക്കാരുടെ ആക്രമണം, ഈ ഏറിപ്പോവാന്ന് പറയുമ്പോഴേ നമ്മൾ റിവ്യൂ ചെയ്യുന്ന എല്ലാവരും നേരിടുന്ന ഒരു സാധനം, ഈ നാട്ടുകാർ നമ്മളെ ചീത്ത വിളിക്കുന്നത് മാത്രമല്ല, ഈ ചെടി എനിക്ക് മാറിയിരിക്കണമെന്നുണ്ട് കേട്ടോ, പക്ഷേ ചൂട് അതുകൊണ്ടാണ്. അപ്പം ഈ എഴുത്തിൻ്റെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഒന്ന് ഈ നാട്ടുകാർ നമ്മളെ തെറി വിളിക്കുന്നത്. കാരണം ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കാണുന്ന എല്ലാ റിവ്യൂവും ആ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അയാൾ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാ റിവ്യൂവും നെഗറ്റീവ് ആയിരിക്കണമെന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷേ ഇത് പെർസ്പെക്റ്റീവ്സ് ആണ്, മാറി മാറി വരും. അത് നമുക്ക് ഇടയിൽ അറിയാം, പക്ഷേ ചില ആളുകൾക്ക് കമൻറ്റ് ബോക്സിൽ അത് പറ്റില്ല. അപ്പം അത് ഒരു പ്രശ്നം, നാട്ടുകാർ നമ്മളെ എയറിലാക്കുന്നത്. അത് കൂടാണ്ട് സിനിമയുടെ പ്രൊഡ്യൂസർ വിളിക്കും, നടന്മാർ വിളിക്കും, ചിലർ അപേക്ഷയായിരിക്കും, ചിലർ കരച്ചിലായിരിക്കും, ചില ആൾക്കാർ ഭീഷണിയായിരിക്കും, ഭയങ്കര ത്രെട്ടിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുമുണ്ട്. ആ കൈൻഡ് ഓഫ് പരിപാടികൾ ഈ എഴുത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ? എഴുത്തിന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എഴുത്തിന് ആളുകൾ അങ്ങനെ പേടിക്കുന്നില്ല. റീച്ച് എന്ന് പറയുന്ന സാധനം, അതായത് എൻ്റെ റിവ്യൂവിൽ ഞാൻ ഒരു സിഗ്നൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. പച്ച, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. നമ്മളെ ട്രാഫിക് സിഗ്നലിന് സമാനമായിട്ട് പച്ച എന്ന് പറഞ്ഞാൽ പോകാം, റെഡ് എന്ന് പറഞ്ഞാൽ പോണ്ട, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതുണ്ട് രാത്രി ബ്ലിങ്ക് ചെയ്യുമ്പോൾ പറയില്ലേ അറ്റ് യുവർ റിസ്ക്, നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ പോകുക എന്നുള്ള പോലെ. എല്ലാവരും വർക്ക് ആവണമെന്നില്ല. വീഡിയോയിൽ ഇപ്പം മറ്റേ സ്മൈലാണ്, അതുണ്ട്. സ്മൈലില്ലാതെ കണ്ണടച്ചിട്ട് വേണ്ട, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു ആളുകൾ പലപ്പോഴും ചീത്ത വിളിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നു, 3 out of 5, 2 out of 5, 2.5 അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചീത്ത വിളിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് റേറ്റിംഗ് ആണ്. അല്ലാതെ നമ്മൾ എഴുതി വെച്ചത് വായിച്ചിട്ട് ചീത്ത പറയുന്നവരുടെ എണ്ണം താരതമ്യേന കുറവ്. അവർ ചീത്തയല്ല പറയുക, ഡിസഗ്രീമെന്റ് വളരെ മാന്യമായ ഭാഷയിൽ പറയും. എനിക്ക് ഓർമ്മയുണ്ട്, ഫഹദ് ഫാസിലും മുരളി ഗോപിയും ഉള്ള സിനിമ ഉണ്ടായിരുന്നു 1/2, അരുൺകുമാർ അരവിന്ദിൻ്റെ പടം. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞു, മുരളി ഗോപി
ട്വിൻസാണ്. ഒരാൾ സർജനാണ്, മറ്റേ ആളുടെ ജോലി എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതായത് സർജൻ അല്ലാത്ത ആൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സർജറി വരെ ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റുന്നു. അങ്ങനെ എന്തോ ഒരു സിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതുപോലത്തെ സാധനം നമ്മൾ മണിച്ചിത്രത്താഴിലും കേട്ടിട്ടുണ്ട്. മോഹൻലാലിന്റെ ഡോക്ടർ സണ്ണി പറയുന്നുണ്ട്, എന്ത് ഉറക്കത്തിന്റെ ആഴം അളക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വളരെ കൺവിൻസിങ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടപ്പോൾ എനിക്കത് മെയിൻ എലമെൻ്റ് ആണ് ആ സിനിമയിലെ, അത് വർക്കായില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞ ഭാഷയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ ആണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തു, എൻ്റെ അമ്മ സൈക്കോളജി എനിക്ക് അതിൻ്റെ കറക്റ്റ് അറിയില്ല, ഡോക്ടറാണെന്ന് എന്തോ പറഞ്ഞു, ഇത് പോസിബിളാണ്, ഇങ്ങനെ ഒരു സംഭവം പോസിബിളാണ് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ചൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു. അതായത് ഓക്കെ, താങ്ക് യു, ഇതെനിക്കൊരു പുതിയ അറിവാണ്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം തോന്നുന്ന പോലെ ബിലീവബിൾ ആയിട്ട് അവർ സിനിമയിൽ അവർ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ക്രിറ്റിസിസം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്നവരുണ്ട്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എത്ര റേറ്റിംഗ് കൊടുത്ത് അത് നോക്കിയിട്ട് ചീത്ത വിളിക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ കോളേജിൽ തന്നെ ബാച്ച്മേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, ഞാൻ ഏതോ ഒരു സിനിമയ്ക്ക് 3 out of 5 കൊടുത്ത സമയത്ത് അതിനാരോ ചീത്ത വിളിച്ചപ്പം അതിന് റിപ്ലൈ കൊടുത്തതാണ്, ബ്രോ ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള ലൂസിഫറിന് 3 കൊടുത്തവനാണ്, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലൂസിഫറോ ഏതെങ്കിലും പടം ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടോളണം എന്നുള്ളൊരു വാശിയാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾക്കത് അറിവില്ല. നിങ്ങളെത്രത്തോളം ചെറിയ മൈൻഡിലാണ് ഒരു അഭിപ്രായം എന്ന് പറയുന്ന ഐഡിയനെ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് ഒരിക്കലും ഞാൻ ഒരു സിനിമയുടെ അഭിപ്രായം ഒരൊറ്റ വാക്കിൽ 10 പൈസക്ക് കൊള്ളൂല, പോകണ്ട എന്നല്ല പറയുന്നത്. നമ്മളൊരു 6 പാരഗ്രാഫായിട്ട് എന്തെന്ത കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ സിനിമ വർക്കാവാത്തതെന്ന് പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അതേപോലെ തിരിച്ചു പറയാം, എനിക്ക് ഈ സിനിമ ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് വർക്കായി, നിങ്ങൾക്ക് വർക്കാവാത്ത സാധനം എനിക്ക് ഈ ഒരു കാരണം കൊണ്ട് വർക്കായി എന്ന് പറയാം. പക്ഷേ ആ ഹെൽത്തി ഡിബേറ്റിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം അവരവരുടെ ലെവലിലേക്ക് ബാക്കിയുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ ചില സമയത്ത് പറയാറുണ്ട്, നിങ്ങളുടെ റിവ്യൂ ഒക്കെ കറക്റ്റാണ്, അടിപൊളിയാണ്, അതാണ്. അതിനെ ഞാൻ വല്ലാണ്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാറില്ല. പണ്ടെടുക്കുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു തരത്തിൽ നമുക്ക് ക്രെഡിറ്റ് തരുന്നത്, ഞങ്ങൾക്ക് വിവരമുണ്ട്, നിങ്ങൾ ആ വിവരത്തിലേക്ക് എത്തിയിരിക്കുന്നു, കൺഗ്രാജുലേഷൻസ്. അതായത് എനിക്കെന്താണോ തിയേറ്ററിൽ കണ്ടപ്പോൾ തോന്നിയത് നിങ്ങളും അത് തന്നെ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് വിവരമുണ്ട്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആംഗിൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, നിങ്ങളുടെ റിവ്യൂ കണ്ടപ്പം ഓക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ കണ്ടപ്പം ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ നിങ്ങളുടെ റിവ്യൂ കണ്ട സമയത്ത് നിങ്ങൾ ചില പോയിന്റ് പറഞ്ഞ സമയത്ത് ഓക്കെ ഇതിന് ഇങ്ങനൊരു ആംഗിൾ ഉണ്ടെന്ന് തോന്നിയല്ലോ, അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആരുമില്ല. എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, അവരവർ സിനിമ കാണും, ഇതൊരു തെറ്റാന്നൊന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഞാനതിനെ കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ റീസണാണ്. ആളുകൾ പലപ്പോഴും നിങ്ങളുടെ റിവ്യൂ കറക്റ്റാണെന്ന് പറയുന്നത് അത് കോംപ്ലിമെൻ്റ് അല്ല. ഇഷ്ടമായത് നമുക്ക് ഇഷ്ടമായി, ഇഷ്ടപ്പെടാത്തതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മൾ കറക്റ്റാണ്, അതേ ഉള്ളൂ. ഈ പെർസ്പെക്റ്റീവ് ഓക്കെ ആവുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കറക്റ്റ് റിവ്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. സത്യസന്ധമായ റിവ്യൂ എന്നുള്ളതുണ്ട്. ഇപ്പം ഞാനൊരു സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നു, നാട്ടുകാർ മുഴുവൻ കൈയടിക്കുന്നുണ്ട്, വിസിലടി, കൈയടി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റേ മൈക്ക് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇവർ പറയുന്നു ഗംഭീര സിനിമ, ഈ കൊല്ലത്തെ ഏറ്റവും വലിയ സിനിമ. ഞാൻ ഈ തിയേറ്ററിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ എനിക്കിത് വർക്കായിട്ടേ ഇല്ല, ഒട്ടും വർക്കാവുന്നില്ല. അതാണ് എൻ്റെ സത്യസന്ധമായ അഭിപ്രായം. അത് ഞാൻ അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നത് എനിക്കൊക്കെ അത് മനസ്സിലാവും. വേറൊരാൾ റിവ്യൂ പറയുന്ന സമയത്ത് അയാൾ ഫോഴ്സ്ഫുള്ളായിട്ട് പറയുകയാണോ, അയാൾക്ക് ജെനുവിനായിട്ട് തോന്നും. ഇപ്പം നമ്മൾ ചിലർ പറയുമല്ലോ ഇത് ഡീഗ്രേഡ് ചെയ്യാൻ പറയുകയാണോ, അത് പറയുകയാണ്, ഇത് പറയും. അത് നമ്മൾ റിവ്യൂ കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഡീഗ്രേഡ് ചെയ്യാനൊക്കെ എന്ന് പറയുന്ന ആൾക്കാർ വളരെ വേഗമായിട്ടായിരിക്കും പറയുക. അല്ലാതെ പറയുന്നവർക്ക് പോയിന്റ് ഉണ്ടാവും, ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കിത് വർക്കായിട്ടില്ല. അത് പറയുമ്പോൾ പോയിട്ട് ഡീഗ്രേഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ വന്നിട്ട് പറയാറുണ്ട്, ഒരു 90% ഞാൻ നിങ്ങളുടെ റിവ്യൂ എനിക്ക് വർക്കാവാറുണ്ട്. ഞാൻ പറഞ്ഞു അത് മതി, ആ 10% ബ്രാക്ക് വേണം, ആ എറർ മാർജിൻ ഉണ്ടല്ലോ. ഞാൻ ദൈവമായില്ലേ, എല്ലാവരും സ്ക്രിപ്റ്റ് എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് തന്നാൽ പോരെ, ഞാൻ പറഞ്ഞുതരാം ഏതാ ഹിറ്റ് ഏതാ ഫ്ലോപ്പ്. അങ്ങനെ ആർക്കും പറ്റൂല. ഇവിടെ നമ്മളെക്കാളും പരിചയമുള്ള സംവിധായകരും നടന്മാരും എല്ലാവരും ഉണ്ട്, അവർക്കും പറ്റുന്നുണ്ട് ഫീറ്റും ഫ്ലോപ്പും ഇതും. അപ്പം നമുക്കും പറ്റാം, ഫ്ലോപ്പായ റിവ്യൂ എന്ന് പറയുന്ന സാധനം നമുക്കും പറ്റും. അയ്യോ, അതിൽ ഞാൻ പോസിറ്റീവ് നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനാണ്. അതായത് എനിക്കിതിൽ ഇതൊക്കെ പോസിറ്റീവായിട്ട് തോന്നി, ഇതൊക്കെ നെഗറ്റീവായിട്ട് തോന്നി. ഓവറോൾ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഇതാണ്. പക്ഷേ ഇന്ന നെഗറ്റീവ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പം നിങ്ങൾ എഴുതുമ്പോഴും മറ്റേ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് ഈ സിഗ്നലിലേക്ക് അറൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത സാധനങ്ങൾ. ഇപ്പം
ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. 5-ൽ 3 വരാൻ കാരണം ചിലപ്പോൾ 5-ൽ 5 കിട്ടുമായിരുന്നു, പക്ഷെ ഒഴിവാക്കാനാവാത്ത 1-2 നെഗറ്റീവ്സ് കൊണ്ട് നമ്മൾ 3ലേക്ക് ഒരു കല്ലുകടി അവിടെ തോന്നി. അപ്പൊ അത് ലൈക്ക് നമുക്കുണ്ടാവുമല്ലോ ഒരു ഉൾക്കുത്ത് വരിക എന്ന് പറയുന്ന പോലെ. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു ഭാഗം, ചെറിയൊരു ഭാഗം, അത് എന്നെ ഇങ്ങനെ അലോസരപ്പെടുത്തുന്നുണ്ട്. മറ്റേ എന്താ ഒരു സാധനം അവിടെ വെച്ചത് നമുക്ക് ഇറിറ്റേഷൻ ആവുന്നു എന്ന് പറയുന്ന പോലെ നല്ല സിനിമയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മെമ്മറീസ് അടിപൊളി സിനിമയാണ്, പക്ഷേ അതിലൊരു 2 VFX സീക്വൻസ് ഉണ്ട്. ഒന്ന് മറ്റേ പൃഥ്വിരാജ് പറയുന്നില്ലേ ഹീസ് ഔട്ട് ദെയർ എന്ന് പറയുമ്പോൾ ഒരു VFXൻ്റെ ഒരു മോണ്ടാജ് സീക്വൻസ് ഉണ്ട്. ഇങ്ങനെ ക്യാമറ ഇങ്ങനെ സൂം ഔട്ട് ആയിട്ട് ഇങ്ങനെ പോകും. അവിടെ മറ്റേ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ബസ്സിൻ്റെ ഉള്ളിൽ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് എടുത്തു വെച്ചിട്ടുള്ള രീതി അന്നത്തെ VFXൻ്റെ നിലവാര പ്രശ്നങ്ങൾ കാരണം അത്ര ഇതില്ല. അതേപോലെ അതിൻ്റെ അകത്ത് തന്നെ ഒരു കപ്പിള് മരിക്കുന്നതോ എന്തോ ഒരാളെ കൊല്ലാൻ നോക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടൊരു കാർ ഡ്രൈവിംഗ് സീക്വൻസ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് ഷൂട്ട് ചെയ്ത സാധനം. അത് രണ്ടും കാണുമ്പോൾ അറിയാൻ പറ്റും വല്ലാണ്ട്. അപ്പം അതർവൈസ് അടിപൊളിയായിട്ടുള്ളൊരു സിനിമേൻ്റെ അകത്ത് ഇങ്ങനെ 2 സീന് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നത് നമ്മുടെ നമുക്ക് അതങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് ഗംഭീര പടം എന്ന് പറയാൻ പറ്റില്ല. എനിക്കത് അഡ്രസ്സ് ചെയ്യാതെ പറ്റൂല. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ റേറ്റിങ്ങിലൊക്കെ ഒരു ചെറിയ മാറ്റം എന്തെങ്കിലും വരും. ഞാൻ ഈ കടുവ കണ്ടപ്പോഴും അങ്ങനെയാണ്. അതായത് മറ്റേ ആ ലെൻസ് അനമോഫിക് ലെൻസ് വെക്കുമ്പോൾ ഈ നീല ലൈൻ വെളിച്ചമുണ്ടല്ലോ നിറച്ചിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ക്ഷമിക്കാന്ന് വിചാരിക്കുമ്പോൾ, അതായത് പുള്ളി അത് ട്രൈ ചെയ്തു, അത് ഉദ്ദേശിച്ച പോലെ വന്നിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വർക്കാവാത്തായിരിക്കും, ദാറ്റ്സ് ഫൈൻ. പക്ഷെ അതിൽ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഡയലോഗാണ് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞിനെ നോക്കിയിട്ട് പറയുന്നത്. മനസ്സിലായി. അപ്പം ആ ഒരൊറ്റ നെഗറ്റീവില് ചിലപ്പോൾ ആ സിനിമയുടെ മൊത്തം, അതായത് 5-ൽ 5 കൊടുക്കേണ്ട സിനിമയാണെങ്കിൽ ഞാൻ 2.5 കൊടുക്കും. അതിനെ അവർ ഫിക്സ് ചെയ്ത രീതി അതിലും കോമഡി ആയി പോയിട്ടുണ്ടായിരുന്നു. അതായത് ആ പടത്തിനെ ഡ്രൈവ് ചെയ്യുന്ന ഡയലോഗ് അതാണ്. നായകനും വില്ലനും തമ്മിൽ അതിന് മുന്നേ വരെ കണ്ടാൽ കൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന നായകനും വില്ലനും തമ്മിൽ അടി ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ ഡയലോഗിന്റെ ബേസിലാണ്. ആ ഡയലോഗ് മ്യൂട്ട് ചെയ്ത് കളഞ്ഞു. കാണുന്ന ആളുകൾ ഇവർ തമ്മിലൊരു മ്യൂട്ടഡ് ഡയലോഗ്, അതിന്റെ ശേഷം ഇവർ തമ്മിൽ അടിയാണ്. അതായത് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രോബ്ലം കൂടി ഉണ്ടാക്കി വെച്ച ഒരു പ്രത്യേകതരം പരിപാടിയായിരുന്നു. മറ്റേത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറയുമല്ലോ പ്രോബ്ലമാറ്റിക് ആയ ഒരു സാധനമാണ് പറഞ്ഞത്, അതിലൊരു ഡിബേറ്റ് ഒക്കെ നടത്താം. ഇതിപ്പോ എന്താ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിക്കുന്ന സാധനം ഉണ്ടല്ലോ. അതായത് OTT-ൽ കടുവ കണ്ടു കഴിഞ്ഞാൽ അല്ല ഇതിപ്പോ എന്തിനാ ഇവർ തമ്മിൽ പ്രശ്നം എന്താ ഉണ്ടായത്, എന്താണ് പൃഥ്വിരാജ് അവിടെ നിന്ന് പറഞ്ഞത്, അതാർക്കും അറിയില്ല. അതിപ്പോൾ ഒരുമാതിരി തിയേറ്റർ റിലീസിന്റെ സമയത്ത് പത്രം വായിച്ചവർക്ക് മാത്രമേ ഇതെന്താ കാര്യം എന്ന് അറിയുള്ളൂ. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഈ സിനിമ കാണാൻ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ഗൂഗിളിൽ പോയിട്ട് അടിച്ചു നോക്കേണ്ടി വരും, ഇതെന്താ സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചത്. അപ്പം വല്ല റെഡിറ്റ് ത്രെഡിലും വരും, ഇത് ഇങ്ങനെ ഒരു പ്രശ്നമായിരുന്നു, ആദ്യം വന്നത് ഇങ്ങനെയായിരുന്നു, അതിന് ക്ലിപ്പൊക്കെ ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ. അശ്വിനെ കുറിച്ച് അല്ലെങ്കിൽ ലെൻസ്മാൻ റിവ്യൂസിനെ കുറിച്ച് ഞാൻ ഈ അടുത്തൊരു ട്രോൾ ചെയ്യുന്ന ഒരാൾ തരംഗൻ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു, പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര കോംപ്ലിമെൻ്റ് ഉണ്ട്. ഞാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, പക്ഷേ പുറത്തുനിന്ന് ഒരാളും കൂടി അത് ശ്രദ്ധിക്കുമ്പോൾ അസാധ്യമായിട്ട് ഒരു സർക്കാസ്റ്റിക് ലെവൽ, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന പോലെ അടി കൊണ്ടവൻ മരിച്ചു, പക്ഷേ ആ മരിച്ചവൻ്റെ നെഞ്ചത്തൊരു പൂവ് വെച്ചിട്ട് ഞാനൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് വരുന്നത് പോലത്തെ ഭയങ്കര ഈ സാധനമാണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് മറ്റേ വെടികൊണ്ട പോലെ ഇരുന്നിട്ടാണ്. നിങ്ങളുടെ ഒരു ഹ്യൂമർ കോൺസെപ്റ്റ് എന്താണ്? അതേപോലെ സിനിമകളുടെ കാര്യത്തിൽ വരുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുന്ന എന്നാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോഴേ അങ്ങോട്ട് അല്ല, ഒന്ന് ഡെഡ് പാൻ ഹ്യൂമർ ഡെലിബറേറ്റ് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞ പോലെ ക്യാമറ ഓണായ ഞാൻ അങ്ങനെയാണ്. എനിക്ക് അങ്ങനത്തെ ഹ്യൂമറിനോട് ഇഷ്ടമുണ്ട്. ഇപ്പം മറ്റേ നമ്മുടെ ബഷീറിൻ്റെ ഒക്കെ ഹ്യൂമറില്ലേ, കുറച്ചൊരു വളച്ച് കെട്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു ഇതിലായിരിക്കും പറയുക, പക്ഷെ അതൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള സാധനമായിരിക്കും. അതായത് അഭിനന്ദിക്കുക തന്നെ പുള്ളി കുറച്ച് അഭിനന്ദിക്കുകയാണോ എന്നത് നമ്മൾ പറയുന്നത്, നീ എന്നെ ആക്കുവാണോ അതോ ഇതാണോ എന്ന് പറയുന്ന പോലെ അതായിരിക്കും. അപ്പം വേർഡ് പ്ലേ വെച്ച് ചെയ്യാനൊരു ഇഷ്ടമുണ്ട്. പിന്നെ ഞാനൊരു സിനിമ കണ്ടു അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ നമ്മളൊരു കുറച്ച് ക്രിയേറ്റീവായൊരു സാധനമല്ലേ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ റോസ്റ്റ് വീഡിയോ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പടം മോശമാവുന്നത് കൊണ്ട് മാത്രമല്ല, ഈ റോസ്റ്റ് ചെയ്യുന്ന വ്യക്തി, ഇപ്പോൾ നമ്മുടെ റീലോഡ് ആണെങ്കിലും ഫിൽമീഷയ്ക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് അവർ നമ്മൾ കാണാത്തൊരു ആംഗിളിൽ എന്തെങ്കിലും ഒരു എലമെന്റ് കണ്ടുപിടിച്ച് ആ ഒരു ആംഗിൾ വെച്ചിട്ടായിരിക്കും അവരുണ്ടാക്കിയെടുക്കുക. പരിഹാസ പരിപാടിയാണെങ്കിലും അവരൊരു സാധനം വെച്ച് അതിൻ്റെ അറൗണ്ടാണ് ബിൽഡ് ചെയ്യുക. അതുകൊണ്ടാണ് അത്തരം വീഡിയോസിന് ഒരു റോസ്റ്റ് ഒരുപാട് പേര് ചെയ്യുമ്പോഴും കുറച്ച് ആൾക്കാർ മാത്രം ഇതാവുന്നത്.
സിമ്പിളായിട്ട് ഇങ്ങനെ സീൻ ബൈ സീൻ എടുത്തിട്ട് ചുമ്മാ അതിനെ പരിഹസിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് പക്ഷെ അത് മൊത്തം കണ്ടിട്ട് അതിലൊരു ഐഡിയക്ക് ഒരു വകുപ്പുണ്ട് ഇങ്ങനെ, അതായത് വേറെ എന്തെങ്കിലും ഒരു കഥയായിരിക്കും, അപ്പൊ അതിനെ പോയിട്ട് ഇവർ വേറെ മാറ്റിക്കളയും, ഇത് ഇങ്ങനത്തെ ഒരാളെ പറ്റിയിട്ടുള്ള കഥയാണ് എന്ന് പറഞ്ഞിട്ട് മൊത്തം മാറ്റിക്കളയാം. അപ്പൊ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റി കൂടിയാണ്. ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അശ്വന്ത് കോക്കിന്റെ ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അവര് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് റിലാക്സ്ഡ് ആവാൻ, അതായത് നമ്മൾ പലരും സ്റ്റാൻഡപ്പ് കോമഡി വീഡിയോ ഒക്കെ കാണുന്നത് പോലെ ഈ മറ്റേ എനിക്കൊന്ന് ബാന്ദ്രയുടെ ഒക്കെ ഇതുണ്ടായിരുന്നില്ലേ അതൊക്കെ കാണുമെന്ന്. അപ്പം ഇന്നേ വേ ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേഷം കെട്ടിയത് കൊണ്ട് മാത്രം ചിരിപ്പിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ആ പറയുന്ന രീതി കൊണ്ടോ ഇതുകൊണ്ടോ കൂടിയാണ് ചിരിപ്പിക്കുന്നത്. അതിനകത്ത് എഫേർട്ട് വേണം, അല്ലാണ്ട് ഡ്രസ്സോ ലൈറ്റോ മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നും വേണം. എൻ്റെ വീഡിയോ എന്തിനു കാണണമെന്ന് ചോദിക്കുന്ന സമയത്തുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ, അത് ഫോഴ്സ്ഫുള്ളി ചെയ്യാതെ നമുക്ക് നാച്ചുറലായിട്ട് എന്താണോ വരുന്നത് അത് ചെയ്യുക. പിന്നെ ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഓവർനൈറ്റ് ഉണ്ടായി വരുന്ന സാധനമല്ല. എനിക്ക് തന്നെ എൻ്റെ ഒരു 2014 റിവ്യൂ എടുത്തിട്ട് നോക്കാൻ ഇടയ്ക്കൊരു മടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ എൻ്റെ വിവരം വെച്ചിട്ടായിരിക്കും ഞാൻ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ പല അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. മറ്റേ എഡിറ്ററെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് പോയിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പലതും. ഇപ്പം ഉണ്ണി മറ്റേ കടുവേൻ്റെത് പറഞ്ഞതുകൊണ്ടാണ്. അത് അനാമോർഫിക് ലെൻസിൻ്റെ ഫീച്ചറാണ് ഈ ലെൻസ് ഫ്ലെയർ ഇങ്ങനെ വരുന്നത്. എല്ലാവരും പോയിട്ട് പാവം ഷമീർ മുഹമ്മദിനെയാണ് ചീത്ത വിളിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ എഡിറ്റിംഗ് ചെയ്യുന്നൊരു കാലഘട്ടം ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നൊരു സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ വരുന്ന മറ്റേ പൊട്ടലും ചീറ്റലും ഒക്കെ എഡിറ്റർ ഇടുന്നതാണ്. അതായത് നമ്മൾ പറയുന്നത് എന്താ, നീ ഇതൊന്ന് എഡിറ്റ് ചെയ്തതാ, അതൊന്ന് കൊഴുപ്പിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ എഡിറ്ററോട് പറയുന്നു. എഡിറ്റർ ഓരോ സാധനങ്ങൾ, അതായത് ഈ ഇൻസ്റ്റാഗ്രാമിലും ഇതിലും ഒക്കെ ചെയ്യുന്ന എഡിറ്റർമാർക്ക് അതൊക്കെ ചെയ്യാം. ഇത് പക്ഷേ ഇൻ ക്യാമറ ചെയ്യുന്ന സാധനമാണ്, അനാമോർഫിക് ലെൻസിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ അതെല്ലാവരും പോയിട്ട് എഡിറ്റർ കൊണ്ട് എല്ലാ സീനിലും അത് കൊണ്ടിട്ടിട്ട് എന്താ പറയുക, ഇത് മോശമായി. അഭിനന്ദൻ രാമാനുജാന്നാണ് എൻ്റെ ഓർമ്മ ആ പടം സിനിമാറ്റോഗ്രാഫി ചെയ്തത്. പുള്ളിയോട് പറയേണ്ട വിമർശനം ഷമീർ മുഹമ്മദിനാണ്. അല്ല, പുള്ളീനേക്കാളും മുമ്പ് ഈ ലെൻസിലാണ് നമ്മൾ ഈ പടം എടുക്കുന്നതെന്ന് തീരുമാനിക്കുന്ന ഡയറക്ടറോട് ഒരു ഘടകമാണ്. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച സാധനം എന്താ പറഞ്ഞാൽ ഈ അനാമോർഫിക് ലെൻസും ഈ ഫ്ലെയർ പരിപാടിയും ഒരുപാട് സിനിമകളിലുണ്ട്. ഹീറോയിസം കാണിക്കുന്ന ഭൂരിഭാഗം ഷോട്ടുകളിലും നമ്മൾ ഈ സാധനം കാണും. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇതായിട്ടൊരു ഷോട്ട് വരുന്നു, അതിനൊരു ആ ലൈറ്റ് വരുന്നു, ഹീറോൻ്റെ മുഖമൊക്കെ റിവീൽ ചെയ്യുന്ന സാധനം. ഇത് നമ്മൾ ഇഷ്ടം പോലെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ കടുവയുടെ കേസിൽ കുറച്ച് എക്സസീവ് ആയിപ്പോയി. അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ എഴുത്തിൻ്റെ ഈ എക്സ്പീരിയൻസ് യൂട്യൂബിൽ ഇത്ര ആളുകൾ കാണുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അശ്വിൻ ശരിക്കും നിങ്ങൾ ആരാ? ഇപ്പം ഇത് തന്നെയാണ് ഐഡന്റിറ്റി. റിവ്യൂ ചെയ്യുന്ന ആളെന്നുള്ള സാധനം തന്നെയാണ് ഐഡന്റിറ്റി. സിനിമയുടെ ബാക്ക് എൻഡിനോടാണ് പണ്ടുതൊട്ടേ താല്പര്യം. ഇവരിത് എങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഈ സാധനം എങ്ങനെ വർക്കൗട്ടായി. എനിക്ക് തോന്നുന്നു ഞാൻ ദശരഥം ആദ്യം കാണുന്ന സമയത്ത് അതിന്റെ ക്ലൈമാക്സ് മാത്രമാണ് കാണുന്നത്. എന്താ പറയുക, മാഗി മോനെ സ്നേഹിക്കുന്ന പോലെ ആനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. ഓക്കെ, സോറി. 4 മണിയുടെ ദൂരദർശൻ സിനിമയാണ്. ഞങ്ങൾ ആ സമയം കളിക്കാൻ പോയതാണ്. വേർത്ത് കുളിച്ച് വന്ന് മറ്റേ ഫാനിന്റെ അടിയിൽ ഇരിക്കുമ്പോൾ ക്ലൈമാക്സാണ് സംഭവിക്കുന്നത്. ആ കാറ് അവിടെ നിന്ന് പോകുന്നു, മുരളീനോട് നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റി വിടുന്നു. അതിന്റെ ശേഷം സുകുമാരിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, മോനിപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം, മോൻ്റെ അമ്മയെ കുറിച്ചല്ലേ എന്നൊക്കെ പറയുന്നു. പിന്നെ ഈ ഡയലോഗ് ഇതും. ഈ ഒരു സാധനം മാത്രം കണ്ടിട്ട് ഞാൻ ആകെ വണ്ടറടിച്ചു പോയി. നമുക്ക് ഗൂസ് ബംസ് കിട്ടുക, അല്ലെങ്കിൽ എനിക്ക് ഈ ക്യാരക്ടറുമായിട്ട് എന്തോ കണക്ഷനൊക്കെ, ലൈക്ക് അയാളുടെ ഒരു വേദന നമുക്ക് മനസ്സിലാവുന്നൊക്കെ ഉള്ള പോലെ ഒരു സാധനം. കഥ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് എന്തിനാ ഇത് ഈ ഡയലോഗ് പറഞ്ഞത്, എന്താ സിനിമയിലെ മാജിക് എന്നൊക്കെ പറയുന്നത്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇത് എന്താ പറയുക, ഇതെങ്ങനെ എനിക്ക് ഈ ഫീലിംഗ് വന്നു എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഈ സിനിമ വരുമ്പോൾ എനിക്ക് കാണണം. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ആ പടം കണ്ടത്. പക്ഷേ അന്നോട്ടെ ഈ സാധനം ഇവരിതെങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്ന സാധനം. ഇപ്പം ഞാൻ എപ്പോഴെങ്കിലും സിനിമാക്കാരുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടിയാൽ പോലും ഞാൻ ചോദിക്കുന്നത്, ആ ഷോട്ട് നിങ്ങൾ എങ്ങനെയാണ് എടുത്ത്, എന്തിനാണ് എടുത്ത്, എങ്ങനെയാണ് എടുത്ത്, ഇതുപോലത്തെ സാധനമാണ്. അങ്ങനെ അല്ലാതെ ഒരു അപ്രീസിയേഷൻ ഇതിങ്ങനെ കുറേ സൂപ്പറായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും എനിക്കെന്താ തോന്നിയെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ എങ്ങനെയാണ് എടുത്തത്, അല്ലെങ്കിൽ ഇത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എഡിറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ട്രാൻസിഷൻ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണോ അതോ നിങ്ങൾ ചെയ്തതാണോ? കാരണം ഈ എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്
നമ്മൾക്കിപ്പം റിവ്യൂവേഴ്സിൻ്റെ തെറ്റാന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഫൈനൽ ഔട്ടാണ് കാണുന്നത്. നമുക്ക് മാറിപ്പോകുന്നൊരു സാധനമാണ്. അതായത് എഡിറ്റിംഗ് ഗംഭീരമായിരുന്നു എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ഗംഭീരമായിരുന്നു എന്ന് പറയും. ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാലും എഡിറ്റിംഗ് എന്ന് പറഞ്ഞാലും പരസ്പരം ഇതായി കിടക്കുന്ന ഒരു സാധനമാണ്. എഡിറ്റർക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം, ഇത് ചില സീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ കിടിലനാണ്, അയാൾ ഓരോ കട്ടും ഷോട്ടും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റർക്ക് അതടന്ന് ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറയും എഡിറ്റിംഗ് ഗംഭീരമായിരുന്നു. ചിലപ്പോൾ നല്ല സ്ക്രിപ്റ്റിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും, എവിടെ മുറിക്കണം, എവിടെ ഏത് റിയാക്ഷൻ ഷോട്ടിലേക്ക് പോകണം, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഇതാണ്. അതിന് നമ്മൾ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കപ്പോൾ ഇതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും കുറേ മനസ്സിലാക്കുക എന്നുള്ള പോലെ ആ ലെവലിലാണ് റിവ്യൂ എഴുതാനും തുടങ്ങുന്നത്. ഇപ്പം എൻ്റെ റിവ്യൂ ചിലവർക്ക് ബോറിംഗ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ ചിലപ്പോൾ സാധാരണ പ്രേക്ഷകന് ഇതൊന്നും അറിയേണ്ട കാര്യം ഉണ്ടാവില്ല. അവർക്ക് കാണണോ വേണ്ടയോ ഇത്ര പറഞ്ഞാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ളവരുണ്ടാവും. എനിക്ക് പക്ഷേ അത് പറയാതെ പറയാൻ പറ്റൂല. ഞാൻ ആസ്വദിക്കുന്നത് ആ ലെവലിലാണ്. ആദ്യമേ എല്ലാം എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈം സിനിമ കാണുമ്പോൾ തന്നെ ഡച്ച് ആംഗിളും ജേക്കട്ടും എൽക്കട്ടും ഒക്കെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നല്ല പറയുന്നത്. നമ്മൾ പടം കാണുമ്പോൾ കഥ കാണുന്നു, ആസ്വദിക്കുന്നതാണ് തന്നെയുള്ളൂ. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ചിലത്. ഇപ്പം നമ്മൾ പറയില്ലേ, ഫിലിം മേക്കേഴ്സിന് ചില സാധനങ്ങൾ മനസ്സിലാവും. ഞാൻ എഡിറ്റേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേറൊരാൾ എഡിറ്റ് ചെയ്ത സാധനം കാണുന്ന സമയത്ത് ഇത് അവർ എഡിറ്റിൽ ഇങ്ങനെ ഒരു കളി കളിച്ചതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ അവനാ മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. കാരണം അത് അവർക്കറിയാം. അപ്പം നമ്മളിങ്ങനെ കെയർഫുള്ളായിട്ട് കുറേ പടം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് കിട്ടി തുടങ്ങും. പള്ളിച്ചട്ടമ്പിയിൽ സ്പ്ലിറ്റ് ഡയോപ്റ്റർ ഷോട്ട് എന്ന് പറയുന്നൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഞാനും ഉണ്ണി ഇപ്പം കുറച്ചുകൂടെ ക്യാമറയുടെ അടുത്താണെങ്കിലും രണ്ടുപേരും ഒരേ ഫോക്കസിൽ വരും. പള്ളിച്ചട്ടമ്പിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറ്റേ പള്ളിയുടെ അകത്ത് വിജയരാഘവനും ടൊവിനോയും തമ്മിലുള്ള ഒരു ഡിസഗ്രിമെൻറ്റ്, ആ പള്ളിയിൽ നിന്ന് അയാൾ കൈ തട്ടിക്കളയുന്നെന്ന് തോന്നുന്നുണ്ടല്ലോ. ആ ഡിസഗ്രിമെൻറ്റ് കാണിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കുറച്ച് ഡിസ്റ്റൻസിലാണ്, പക്ഷെ രണ്ടുപേരുടെയും മുഖം ഫോക്കസിലാണ്. ഇതിപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ചെറുതായിട്ട് ഇടയ്ക്ക് റിസർച്ച് നടത്തുന്നത് കൊണ്ട് നമ്മൾ അറിയാതെ നമുക്ക് ഇത് പെട്ടെന്ന് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നും ഇത് രണ്ടാളും ഫോക്കസിലുണ്ടല്ലോ, അതെങ്ങനെ സംഭവിച്ചെന്ന് ആലോചിക്കുമ്പോൾ ഓക്കെ അവിടെ സ്പ്ലിറ്റ് ഡയോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. 2012-ലോ 2014-ലോ ഉള്ള ഞാൻ ഒരു സിനിമ കാണുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കൂല, ഞാൻ കഥയിൽ തന്നെ ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓവർ ടൈം നമുക്ക് ഇതായി പോകുന്ന പോലത്തെ ഒരു സാധനം. വെബ്സൈറ്റിന്റെ കാലത്ത് ഏറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇപ്പോഴാണെങ്കിലും നിങ്ങൾ അത്രയും ഒരു നല്ല എയറിലേക്ക് എത്തിയിട്ടില്ല, ഉടനെ എത്തട്ടെ. പക്ഷേ ഈ സിനിമാക്കാരുടെ വായിന്ന് തെറി, ഭീഷണി, അത് നിങ്ങളുടെ എഴുത്ത് അത്രയും ആൾക്കാർ ആധികാരികതയോടുകൂടി ശ്രദ്ധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പം എപ്പോഴെങ്കിലും ഒരു ഭീഷണിയോ തെറിവിളിയോ? എഴുതുന്ന സാധനത്തിന് എനിക്ക് തോന്നുന്നു ഡാമേജിങ് ഇമ്പാക്റ്റ് കുറവാണ്. അതെ തന്നെ, അതായത് ആളുകൾ കാണാൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം ഞാൻ 2011 ഫേസ്ബുക്ക് പേജ് തുടങ്ങിയതാണ്. ഇപ്പോഴും 25,000-നടുത്തേ ഫോളോവേഴ്സ് ഉള്ളൂ. 2011 തുടങ്ങിയിട്ട് പോലും. ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാലും 11,000-നടുത്ത്. അതൊക്കെ നമ്പർ വലുതാണെങ്കിലും ഈ ഒരു കാലയളവ് വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ളൊരു നമ്പറാണ്. അപ്പം ഇതുകൊണ്ട് സിനിമ അങ്ങ് മറിയുമെന്ന് അവർക്കൊരു പേടിയില്ല. അബ്യൂസിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീച്ച് കൂടുമ്പം, അതായത് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് അറിയുന്ന സമയത്താണ് ആർക്കാണോ തെറി കിട്ടുന്നത് അവരുടെ സബ്സ്ക്രൈബർ ബേസ് നമ്മൾ നോക്കിയാൽ മതി. അവരാണ് എന്താ പറയുക പ്രശ്നക്കാരായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുക. കാരണം അവരുടെ ഒപ്പീനിയൻ കുറേ ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണം എന്നുള്ളൊരു സാധനം ഉണ്ട്. പക്ഷേ അതിനെ ആ ഒരു എക്സ്ക്യൂസിനെ എടുത്തിട്ട് അവർ നല്ലതേ പറയാൻ പാടുള്ളൂ എന്നുള്ള ലെവലിലേക്ക് മാറ്റും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനമാണ് 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഗംഭീര വർഷമായിരുന്നു. മറ്റേ ഭ്രമയുഗം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, ആടുജീവിതം, ആവേശം, ഇന്ത്യ ഭാഷയായി ആടുജീവിതം, ആവേശം, മറ്റേ നമ്മുടെ കിഷ്കിന്ദ കാണ്ഡം, അങ്ങനെ ഇഷ്ടംപോലെ പടങ്ങൾ റെഗുലർ ഇൻ്റർവെൽസിൽ വന്നുകൊണ്ടിരിക്കുക. ഒരു കൊല്ലം നിറച്ച് നമുക്ക് പറയാൻ പടങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ചേസ് ചെയ്യുന്ന സമയത്ത് റൺ റേറ്റ് സെറ്റ് ചെയ്ത് പോകുന്ന പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈവൻ ആ കൊല്ലം അവസാനം വന്ന മാർക്കോ എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ലെങ്കിലും നല്ല കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ പാൻ ഇന്ത്യ ലെവലിൽ അതിനൊരു ചർച്ചയുണ്ട്. ഓക്കെ, ഇങ്ങനെ ബ്രൂട്ടൽ ആക്ഷൻ ഉള്ള ഒരു മലയാളം പടം വന്നു എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ വർഷം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കണക്ക് പറയുന്നുണ്ട്, 200-ന് മുകളിൽ സിനിമ റിലീസായി, 25 സിനിമകളെ ഹിറ്റുള്ളൂ. അപ്പം 100-ൽ 12
12-നടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സക്സസ് റേറ്റ്. അപ്പോഴാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ത്, എല്ലാ ആഴ്ചയും ഇറങ്ങുന്ന സിനിമകളെ നമ്മൾ പോസിറ്റീവ് പറയണം. അതായത് റിയാലിറ്റി എന്താ, 100 പടം ഇറങ്ങിയാൽ അതിൽ 10-12 പടവേ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. മോശമായിട്ട് പെർഫോം ചെയ്യുന്ന പടങ്ങളൊക്കെ മോശമൊന്നും അല്ല എന്നുള്ളത് പറയാം. അപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ 12 വേണമെങ്കിൽ നമുക്ക് അതിനെയും പെടുത്താം. ഇത് മോശമായിട്ടും നന്നായിട്ട് കളക്ട് ചെയ്ത പടം എന്ന് പറയുന്നതും വേണമെങ്കിൽ വരാം. പൃഥ്വിരാജ് തന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഏറ്റവും ലോ സക്സസ് റേറ്റുള്ള ലോകത്തിലെ തന്നെ വ്യവസായമാണ് സിനിമ. പുള്ളി പറഞ്ഞതെന്താ വെച്ചാൽ 2024 സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ. അത് 100 സിനിമയിൽ 12 സിനിമ ഹിറ്റ് ആവുന്നു എന്ന് പറയുന്നത് ഭയങ്കര ചരിത്ര സംഭവമാണ്. ചുമ്മാ ബോളിവുഡിലേക്ക് നോക്കിയാൽ മതി. അല്ല, അവിടെ അവർക്കൊക്കെ ഇത് ഞെട്ടുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഓരോ മാസം വെച്ചിട്ട് നമുക്കൊരു ഹിറ്റ് ഇടാനുണ്ട്, മനസ്സിലായില്ല? 12 പടം എന്ന് പറയുമ്പോൾ 12 മാസത്തേക്ക് വേണമെങ്കിൽ ഓരോ പടം എന്നുള്ള ലെവലിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുണ്ട്. അത് ഒരു ഇൻഡസ്ട്രിയിൽ നടക്കില്ല. ഹോളിവുഡിൽ പോലും ഈ ഒരു സക്സസ് റേറ്റ് ഇല്ല. അവിടെയാണ് നമ്മളെടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത്, നിങ്ങളെല്ലാ പടത്തിനും എങ്ങനെയെങ്കിലും പോസിറ്റീവ് കണ്ട് ഇത് പറയാന്നുള്ളത്. അല്ലെ, കൊല്ലാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കെന്നാൽ നല്ലപോലെ ആലോചിച്ച് ഇതാക്കിയിട്ട് സിനിമ ചെയ്തുകൂടെ എന്ന് നമുക്കും ചോദിക്കാം. പിന്നെ ചിലവരൊക്കെ പണ്ട് വളരെ ബാലിശമായ സാധനം പറയുമായിരുന്നു, അതായത് പ്രൊഡ്യൂസർക്ക് 5 കോടി, നിങ്ങൾക്ക് 2 മണിക്കൂറും 200 രൂപയല്ലേ പോയിട്ടുള്ളൂ എന്നുള്ള പോലെ. അതിൻ്റെയൊക്കെ യുക്തി പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ കഷ്ടമാണ്. അത് നമ്മുടെ പൈസയ്ക്ക് വിലയില്ല എന്ന് അവർ ലിറ്ററലി നമ്മുടെ മുഖത്ത് നോക്കി പറയല്ലേ. നിങ്ങളുടെ കയ്യിൽ 200 ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒന്നിനും കൊള്ളൂ, അല്ലെങ്കിൽ നിന്റെ പൈസയ്ക്ക് വിലയില്ല. ആക്ച്വലി ആ ഡയലോഗ് പറയുന്നവരെല്ലാം, അതായത് പ്രൊഡ്യൂസറിൻ്റെ പൈസയുടെ വലിപ്പം പറയുന്നവരെല്ലാം ബേസിക്കലി ചെയ്യുന്നത് പ്രേക്ഷകൻ്റെ പൈസയെ കുറച്ച് കാണൽ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. പെയ്ഡ് റിവ്യൂ, നിങ്ങൾക്ക് പെയ്ഡ് റിവ്യൂവിന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? പെയ്ഡ് ഡീഗ്രഡേഷന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ആക്ച്വലി ഇടയ്ക്ക് ഇത് എത്രയാ എമൗണ്ട് എന്നറിയാൻ നല്ല താല്പര്യമുണ്ട്. കാരണം കിട്ടിയാൽ പോസിറ്റീവ് അല്ല, അങ്ങനെയല്ല, അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താ പറയുക, ഫാമിലി ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഫിലിം റിവ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഹോബി ആയിട്ടാണ് കാണുന്നത്. ചിലരെടുത്ത് പറഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിലിം റിവ്യൂവും പരിപാടിയൊക്കെയാണ്. ഓക്കെ ജോബായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അല്ല, നിങ്ങൾ ശരിക്കും അത് തന്നെയാണോ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ. വല്ലതും നടക്കുമോ ഇതുകൊണ്ട്? അതാണ് അവർ എന്താ പറയുക ഇൻഡയറക്ട്ലി ചോദിക്കുന്ന സാധനം, നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ലതും കിട്ടുമോ എന്നൊക്കെ ഉള്ള പോലെയാണ്. അതിൻ്റെ കൂടെ ആയിരിക്കും ഇവരുടെ വക ഈ ഒരു സാധനം ഉണ്ടാവുക, പെയ്ഡ് റിവ്യൂ. കാശ് കിട്ടുന്നു ഇത് പറയുന്നു. അപ്പോൾ ഈ അടുത്ത് ഒരു ഫിലിം മേക്കറിനെ കണ്ട സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, ഇയാൾ പെയ്ഡ് റിവ്യൂ അല്ലേ എന്നൊക്കെ ഉള്ള പോലെ സംസാരിച്ചു. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഒരു റിവ്യൂവർക്ക് പേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രായോഗികമായൊരു എമൗണ്ട് ഉണ്ടല്ലോ. ഏത് മലയാള സിനിമ എടുക്കുന്നത് തന്നെ 5 കോടിക്കും 10 കോടിക്കും ഇടയിലുള്ള എമൗണ്ടൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും നടുവിൽ എവിടേക്കാണ് വരുന്നതെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര കൊടുക്കും ഒരു റിവ്യൂവർക്ക് എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്താണ് യൂട്യൂബിലേക്ക് വന്നത്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ താരതമ്യേന വളരെ ചെറുതാണ്. പക്ഷേ എനിക്കറിയാം എത്ര വ്യൂ വന്നാൽ എത്ര രൂപ കിട്ടും എന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ പറയുന്ന പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ചെയ്യുന്ന റിവ്യൂവർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ പോയി നോക്കുക. അയാൾക്ക് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ അയാൾക്ക് ഒരിക്കലും പേയ്മെൻറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. അയാൾ സത്യസന്ധമായ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് കിട്ടേണ്ട പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ എന്തിനാണ് അയാൾ കഷ്ടപ്പെട്ട് പേയ്മെൻറ്റ് വാങ്ങിയിട്ടൊരു എന്താ പറയുക ചീത്തപ്പേരുണ്ടാക്കുന്നത്? എനിക്കറിയാം മലയാള സിനിമയിൽ ഉള്ള ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആരും, ഇപ്പം എനിക്ക് നിങ്ങൾ ആരെങ്കിലും പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, എന്തായാലും ലിക്വിഡ് ക്യാഷ് ആയിട്ട് പേ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇതിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ, നിങ്ങൾക്ക് എത്ര വേണം ഇതെന്നാണ്. ഇത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇവരാരും പുറത്ത് വിടില്ല എന്നാണോ? ആർക്കും കോമൺ സെൻസ് ഉള്ള ആർക്കും ഉദ്ദേശിച്ചില്ല. കാരണം ഫിലിമിൽ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്ന പരിപാടിയോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് അവർ സ്ഥിരം ചെയ്യുന്നതാണ് റിവ്യൂ ചെയ്യുന്നവരെ ഏതെങ്കിലും രീതിയിൽ സോ കോൾഡ് എക്സ്പോസിങ്, ഇവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് ഒരിക്കലും തെളിവുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാം, ഏത് രീതിയിലും ഇത് ചെയ്യാം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല, പക്ഷേ പെയ്ഡ് റിവ്യൂ ആണ്. ഇതെങ്ങനെ നടക്കുന്നു? അപ്പം ഇത് തെളിവില്ല. അപ്പം ഇല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അപ്പം സിനിമ റെഗുലറായിട്ട് കാണാത്തൊരു വലിയ വിഭാഗമുണ്ട് അവിടെ. എന്താ പറയുക, പെയ്ഡ് റിവ്യൂ അതിൻ്റെ റിവ്യൂ ബോംബിങ്, ഇങ്ങനെ കുറേ ടേംസ് ഇങ്ങനെ റെഗുലർലി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാരും ആരുടെങ്കിലും ഒരാളുടെ പേര് പറയുമ്പോൾ അയാൾ പെയ്ഡ് റിവ്യൂ അല്ലേ
എന്ന് പറയുന്ന പോലെ ഈ ഒരു ധാരണയും ഉണ്ടാവില്ല. ഈ പറയുന്ന വ്യക്തിയുടെ റിവ്യൂവും കണ്ടിട്ടുണ്ടാവില്ല, ഈ പറയുന്ന സിനിമയും കണ്ടിട്ടുണ്ടാവില്ല, ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒരുപാട് തവണ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാണെന്ന് ഉള്ളൊരു സാധനം വരും. ഞാൻ പറയുന്ന സാധനം കോമൺ സെൻസ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും വ്യൂസ് കിട്ടുന്ന ആളുകൾ പേയ്മെൻറ്റ് വാങ്ങേണ്ട ഒരാവശ്യമില്ല. എന്താ പറയുക, പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. എന്താ പറയുക, അപ്പോൾ മോശം സിനിമയാണ് അത് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്ത ഒരാളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ സിനിമ ഓടാൻ പോകുന്നില്ല. പേരെടുത്ത് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ അശ്വന്ത് കോക്ക് മോശം പറഞ്ഞ സിനിമകൾ ഓടിയിട്ടുമുണ്ട്, നല്ലത് പറഞ്ഞ സിനിമകൾ ഓടാതിരുന്നിട്ടുമുണ്ട്. അല്ലെങ്കിൽ പുള്ളി നല്ലത് പറഞ്ഞതുകൊണ്ട് മോശമായ ഒരു സിനിമ നല്ലപോലെ ഓടിയെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുള്ളി പറഞ്ഞതുകൊണ്ട് എല്ലാവരും കയറി ആ പടം ഹിറ്റായി, പക്ഷെ പടം കൊള്ളൂലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്ക് പുള്ളിയുടെ ഭാഷയുമായിട്ടോ ഇതുമായിട്ടോ ഒക്കെ എന്താ പറയുക ആശയപരമായിട്ട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ വെറുതെ ഇങ്ങനെ ഒരാളെ എന്താ പറയുക അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യുമായിരിക്കും. ചിലപ്പം പുള്ളി ഒരിത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ ഇപ്പം ഞാൻ പറയാം, ഞാൻ പടം കണ്ടു, ഞാനൊരാളോട് പറയാം ആ പടം കണ്ടു കേട്ടോ ഗംഭീര അഭിപ്രായമാണ്, പക്ഷേ കോക്കിൻ്റെ റിവ്യൂവിൽ മോശമാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ പ്രേക്ഷകൻ്റെ മുമ്പിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു നല്ല പടമാണ്, പക്ഷേ അശ്വന്ത് കോക്ക് പറയുന്നു മോശം പടമാണ്. അയാൾ പിന്നെ ഒരാളെടുത്ത് നിന്ന് കൂടെ കേൾക്കും നല്ല പടമാണ്. അപ്പോൾ എന്തായി, ഒന്ന് കണ്ടു നോക്കണമല്ലോ എന്നാവും. ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു സിനിമ പൊളിക്കാനൊന്നും പറ്റില്ല. ഭരതനാട്യം ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട സിനിമയിൽ കണ്ടിരുന്നോ? ആ ഓക്കെ, അത് തന്നെ. അപ്പോൾ എനിക്ക് ഭരതനാട്യം ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് തോന്നുന്നില്ല ആരും അത് മോശം സിനിമയാണെന്നുള്ള രീതിയിൽ ആരും പറഞ്ഞിട്ടുമില്ല. അപ്പം എനിക്ക് ഭരതനാട്യം ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ഞാൻ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് കൊടുത്തത്. ആ പടം വർക്കായില്ലല്ലോ. ആരും അതിനെ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടൊന്നുമില്ല, ചെയ്തിട്ടില്ല. പക്ഷെ അത് വർക്കായിട്ടില്ല. ഗപ്പി എന്ന് പറയുന്ന പടം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പോസിറ്റീവാണ് ഗപ്പീനെ പറ്റി പറഞ്ഞത്. ആ സമയത്ത് ഈവൻ അന്നത്തെ സിനിമാ ഗ്രൂപ്പുകളിലായിരുന്നു കാര്യമായിട്ട് റിവ്യൂ വരിക. സിനിമ പാരഡൈസോ മൂവി സ്ട്രീറ്റിലൊക്കെ വരും. ഈവൻ അവിടെ പോലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല റിവ്യൂസ് അതിന് വന്നു. എന്നിട്ട് പോലും തിയേറ്ററിൽ അത് ഓടിയിട്ടില്ല. അപ്പം നമ്മൾ നല്ലത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതില്ല. അപ്പോൾ ആട്ടം എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ അതൊരു വലിയ സക്സസ് ഒന്നുമല്ല. ഫിലിം ഫെസ്റ്റിവൽ റണ്ണ് തൊട്ടിട്ട് അതിനെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞ് റിവ്യൂവേഴ്സ് ആരും അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. റിവ്യൂസ് മാത്രമല്ല പ്രേക്ഷകർ കണ്ടിറങ്ങിയിട്ടും പറയുന്നത് കാണണമെന്നാണ്, പക്ഷേ എന്നിട്ടും വർക്കാവുന്നില്ല. അപ്പോൾ ഇതിന് പല എന്താ പറയുക ഫാക്ടേഴ്സ് പലതും ഉണ്ട്. ഇത് വർക്കാകാത്ത സമയത്ത് ഒരാളുടെ തലക്കിടുക അല്ലെങ്കിൽ ഇതാക്കുക എന്ന് പറയുന്നത് വേറൊരാളുടെ ഇഗ്നോറൻസിനെ മുതലെടുക്കുക എന്ന് പറയുന്ന പോലെ ഇതാണ്. നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു റിവ്യൂവിന് എത്ര പൈസ മുടക്കും, അതായത് ഒരു റിവ്യൂ പോസിറ്റീവ് ആക്കി എടുക്കാൻ ഒരു പ്രൊഡ്യൂസർ എത്ര പൈസ മുടക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ കണക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സുമതി വളവാണല്ലോ. അപ്പോൾ അതിൽ അവർ പറയുന്നത് 30 ലക്ഷം രൂപ ഒരു പ്രൊമോഷന് മാറ്റി വെച്ചു എന്നാണ്. ആ 30 ലക്ഷം രൂപ തന്നാലും ഞാനൊരു തല്ലിപ്പൊളി പടം പോസിറ്റീവ് പറയില്ല. കാരണം നമുക്ക് ക്രെഡിബിലിറ്റി ഭയങ്കര കാര്യമാണ്. കാര്യം ഒരു വർഷം നമുക്ക് കിട്ടുന്ന യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ ഉണ്ട്, ഫേസ്ബുക്കിൽ നിന്നുള്ള റവന്യൂ ഉണ്ട്, കൊളാബറേഷൻസ് ഉണ്ട്. ഇതൊക്കെ വരുന്നത് ഞാൻ ജെന്യുവനായി സത്യസന്ധമായ അഭിപ്രായം പറയുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഞാൻ പറയുന്നതാണ് സത്യം എന്നല്ല, ഞാൻ പറയുന്നത് സത്യസന്ധമായ അഭിപ്രായമാണ്. എനിക്ക് വിവരം ഉണ്ടാവില്ലായിരിക്കും, ഞാൻ വലിയ വിവരമുള്ള ആളായിരിക്കില്ല, പക്ഷെ ഉള്ള വിവരം വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എന്നുള്ള സാധനം. ഇതാണ് സത്യം എന്നല്ല, പറയുന്നതിലെ സത്യസന്ധത. അപ്പം അത് കളഞ്ഞു കുളിച്ചിട്ട് മുഴുവൻ കളഞ്ഞിട്ട് ഞാൻ ഈ 30 ലക്ഷം ഏറ്റവും ലേറ്റസ്റ്റ് ഇത് നോക്കിയാൽ തന്നെ മതി. ഇപ്പോഴത്തെ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മറ്റേ രാഘവ് ചഡ്ഡ പാർട്ടി മാറിയതോടുകൂടി പുള്ളി അൺഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, ജെൻസി പണി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അതായത് നിങ്ങൾ ഹോണസ്റ്റ് അല്ല, ഒതൻറ്റിക് അല്ലാതെ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ഉള്ളതിനൊരു പ്രൂഫ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ബാക്ക്ലാഷ് ഉണ്ടാവും. അത് ഉറപ്പാണ്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തതിന് ആളുകൾ എന്തും പറഞ്ഞോട്ടെ. ഇത് വിയോജിപ്പ് എന്ന് പറയുന്ന സാധനം വേറെയാണ്. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം മാറ്റി പറയാന്ന് പറയുന്നത് അത് ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്ക് തന്നെ ചില സമയത്തൊക്കെ ആൾക്കാർ, അതായത് ഏതെങ്കിലും രീതിയിൽ ഫിലിം മേക്കറും റിവ്യൂവറും തമ്മിലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ വിമർശനം തന്നെയായിരിക്കും, പക്ഷേ ഭാഷയൊന്ന് സോഫ്റ്റ് ആവും. ഒരു പരിചയമില്ലാത്തവരെ വിമർശിക്കുന്നതും നമുക്ക് കുറച്ച് അറിയുന്ന ഒരാളുടെ പടം വർക്കായില്ല എന്ന് പറയുന്നതും ഭാഷയിലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവും, പക്ഷെ അതൊരു കള്ളത്തരമല്ല. ചില സമയത്ത് നമുക്ക് അവരുടെ ഹെൽപ്ലെസ്നെസ് മനസ്സിലാവും. അതായത് ചില ആക്ടേഴ്സിനെ നമുക്കറിയാം ഇവർ ഗംഭീര പെർഫോമറാണ്, പക്ഷെ ഒരു സിനിമയിൽ ഇവർ ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം അവർക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിൽ അങ്ങനത്തെ ഒരു ടീമിൽ അയാളെ കൊണ്ട് ഇത്രയൊക്കെ പൊക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി
ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യും. കാരണം നമുക്കറിയാതെ അയാളുടെ അവസ്ഥയാണ്. പക്ഷെ മൊത്തം സിനിമയെക്കുറിച്ച് നമ്മളിത് പറയാതിരിക്കില്ല, മുഴുവൻ പറയും. നല്ല ഡയറക്ടേഴ്സും ഉണ്ട് ഇത് കേൾക്കാനും. ചിലവർ ഇങ്ങോട്ട് ആദ്യമേ ആക്സെപ്റ്റ് ചെയ്യും. ബ്രോ റിവ്യൂ വായിച്ചു, പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പറ്റിപ്പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു സാഹചര്യം എന്നുള്ള രീതിയിൽ. അല്ലാതെ പറ്റിപ്പോയി സഹായിക്കണം, നിങ്ങളൊന്ന് മാറ്റി പറയണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ചില ആൾക്കാരുണ്ട്, അയാളോട് നല്ല റെസ്പെക്റ്റ് തോന്നി, കാരണം ഞാൻ മാത്രമാണ് നെഗറ്റീവ് പറഞ്ഞത്. അപ്പോൾ എനിക്കുള്ളിലൊരു തോന്നൽ വന്നു, എന്ത് ഇയാൾക്ക്, കാരണം നമ്മൾ ഇത് പറഞ്ഞ പോലെ ഒരു കണക്ഷൻ ഉണ്ട് ഈ വ്യക്തിയുമായിട്ട്, സോഷ്യൽ മീഡിയ ഒക്കെ ത്രൂ ഉള്ള. അപ്പം ഞാൻ മാത്രം നെഗറ്റീവ്, ബാക്കി ഒരുവിധം എല്ലാവരും പോസിറ്റീവായിട്ടും ഇതൊക്കെ ആയിട്ട് പറയുന്നത് എനിക്ക് വർക്കായില്ല. അപ്പോൾ പുള്ളി, ഞാൻ അയാൾക്കൊന്നും മെസ്സേജ് അയക്കാനൊന്നും പോയിട്ടില്ല. എനിക്കൊരു ഓക്വേർഡ്നെസ് അടിക്കുന്നുണ്ട്, ഓക്കെ മിക്കവാറും ഇനിയിപ്പോൾ എന്നോട് സംസാരിക്കലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പുള്ളി ഒരു 2 ദിവസം കഴിഞ്ഞ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ ഞാൻ വായിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നുള്ളത് എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു, എനിക്ക് ഇന്ന് കുറച്ച് എന്താ പറയുക സബ്പ്ലോട്ടുകൾ വരുന്നത് കുറച്ച് ഫോഴ്സ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ ഈ പീക്ക് മൊമെൻറ്റ്സ് ഉണ്ടാക്കുമല്ലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരച്ച് കയറി വരുന്ന പോലത്തെ സാധനങ്ങൾ, അതൊരു മൊമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതുപോലെ തോന്നി. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ പുള്ളിനോട് പറഞ്ഞു. പുള്ളി അത് കേട്ടു. ആൻഡ് ചില കാര്യങ്ങൾ പുള്ളി ആക്സെപ്റ്റും ചെയ്തു. അതങ്ങനെ നമുക്ക് അങ്ങനെ ആക്കണമല്ലോ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആക്സെപ്റ്റും ചെയ്തു. ഒരു തരത്തിലും എന്താ പറയുക, ഞങ്ങൾ കുറേ ആൾക്കാരുടെ അധ്വാനമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു രീതിയിലും ന്യായീകരിക്കാൻ നിന്നില്ല. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുമല്ല, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ കേൾക്കും, എനിക്ക് എൻ്റെ ക്രാഫ്റ്റ് ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പം നിങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതെനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കത് ഉപയോഗിക്കാമല്ലോ. ഇപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ എവിടെയോ എന്തോ ഒരു ഇതാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നിന്നെക്കൊണ്ട് പറ്റുമോ സിനിമ എടുക്കാൻ എന്ന് പറയുന്ന സാധനം. ആ ആംഗിളിൽ സിനിമ ഉണ്ടാക്കുന്നവരും ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ സ്റ്റക്കാവും. പുതിയ ഡയറക്ടർ വരുമ്പോൾ അയാൾക്ക് അന്നേരം ഒരു എനർജി ഉണ്ടാവും, എന്തൂസിയാസം ഉണ്ടാവും, എനിക്ക് അങ്ങനത്തെ സിനിമ ചെയ്യണം, ഇങ്ങനത്തെ സിനിമ ചെയ്യണമെന്ന്. ക്രിറ്റിസിസം ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഈ എനർജിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ആ വരുന്ന എനർജി ഉണ്ടല്ലോ അതിലയാൾ ട്രാപ്ഡ് ആവും. പിന്നെ അയാൾക്ക് സിനിമകൾ ചുറ്റും മാറുന്നുണ്ട്, ഇപ്പോഴത്തെ സിനിമ ഇങ്ങനെയല്ല എന്ന് പറയുന്ന സാധനം വരുമ്പോൾ പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്യൂല. ചില സംവിധായകരെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അതായത് ആദ്യം ചെയ്ത പടം അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, കൊള്ളാം ഇതില്ല. രണ്ടാമത്തെ പടം ഏകദേശം അതേ സാധനവും. അപ്പോൾ നമ്മൾ പറയും ഇയാളെ സെയിം പരിപാടിയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പടം ആകുമ്പോഴത്തേക്കും ഈ പരിപാടി നമുക്ക് ഫെമിലിയറായി, ഇയാളുടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സാധനം ഉണ്ട് എന്നുള്ളത്. പിന്നെ അത് നമ്മൾ പറയുമ്പോഴത്തേക്കും അവർ എന്താ പറയുക, എൻ്റെ 2 പടം കഴിഞ്ഞ 2 പടത്തിൻ്റെ കളക്ഷൻ എത്രയാണെന്ന് അറിയോ, അല്ലെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവർ നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ അവർ ജഡ്ജ് ചെയ്യുക. ചില ആൾക്കാർ ഭയങ്കര ജെന്യുവിനായിട്ടാണ്. ഇപ്പം ലാസ്റ്റ് ഒരു ആക്ട്രസ് അവർ സിനിമയിൽ അഭിനയിച്ച് നമ്മളത് വിമർശിക്കുകയാണ് ചെയ്ത്. പക്ഷെ അവരെനിക്ക് മെസ്സേജ് ചോദിച്ചു എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ 1-2 സാധനം പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾ ആക്ടിങ് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യും, സാധനമുണ്ട് നിങ്ങളുടെ കയ്യിൽ. പക്ഷേ അവർ ആക്ടിങ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു പറഞ്ഞു. എനിക്ക് എന്നിൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ കോൺഫിഡൻസ്. ഇത് എനിക്ക് മറ്റേ നമുക്ക് ക്രെഡിറ്റ് എടുക്കാനൊന്നും അല്ല ഇത് എനിക്ക്, ഞാൻ വേറൊരു സാധനം പറഞ്ഞത് എന്താ വെച്ചാൽ, എൻ്റെ അടുത്തൊരു ആക്ടർ, മലയാളത്തിലുള്ള യങ് ആക്ടറാണ്, ഇപ്പം എന്നെക്കാളും പ്രായം കുറഞ്ഞൊരു ആക്ടറാണ്. അപ്പം പുള്ളിക്കാരൻ്റെ ഏത് പടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ അടുത്ത് ചോദിക്കും, ബ്രോ ഒന്ന് കണ്ടിട്ട് പറയണേ എന്നുള്ള പോലെ. നിർഭാഗ്യവശാൽ എനിക്ക് ഇതുവരെ പുള്ളിയുടെ ഒരു പടം പോലും നല്ലത് പറയാൻ പറ്റിയിട്ടില്ല. എന്നാലും പുള്ളിക്കതൊരു വിഷയമല്ല. ആൻഡ് പുള്ളിയുടെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഉൾക്കുത്തുണ്ടാവും. അതായത് ആൾക്കാർ എന്നോട് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഏത് താനിങ്ങനെ എന്താ പറയുക, കറണ്ട് അടിച്ചാലും മുഖത്തൊരു ഭാവം വരാത്ത ഇതും വെച്ചിട്ടാണ് റിവ്യൂ പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്നോടാണ് ഈ വ്യക്തി വന്നിട്ട് ആക്ടിങ് എന്താ പ്രശ്നം തോന്നിയത് എന്നുള്ളത് ചോദിക്കാം. അപ്പം ഞാൻ പറയാൻ നോക്കുക, എനിക്ക് നിങ്ങളുടെ ആ ഡയലോഗ് ഡെലിവറിയിൽ അങ്ങനെ ഒരു സാധനം അതാണ് എനിക്ക് വർക്കാവാത്തത്. സംഭവം എനിക്ക് എന്താ പറയുക, പക്ഷേ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഒരു മനുഷ്യനോട് വന്നിട്ട് എന്താ നിങ്ങൾക്ക് വർക്കാവാഞ്ഞെന്ന് ചോദിക്കാനുള്ള സാധനം, ആ ഒരു ഓപ്പൺനെസ് കുറേ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഇതൊരു ഹെൽത്തി പരിപാടിയാവും മൊത്തത്തിൽ. ആക്ച്വലി സിനിമ ബെറ്റർ ആവേ ഉള്ളൂ. നമ്മൾ എത്ര ക്രിട്ടിസൈസ് ചെയ്യുന്നോ അത്രത്തോളം ഇത് ബെറ്റർ ആവും. പക്ഷേ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം എന്താ പറയുക, കറക്റ്റ് കോണ്ടെക്സ്റ്റിൽ അത് പറയാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ആസ് ഇൻ പണ്ട് എനിക്ക് ഈ പെയ്ഡ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട്, അതായത് ഞാൻ പറയുന്നത് ഈ പ്രീ യൂട്യൂബറാണ്, പെയ്ഡ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുള്ളൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പൈസ കിട്ടണമെങ്കിൽ എൻ്റെ റിവ്യൂവിൻ്റെ ലിങ്ക് ഒരുപാട് പേരിലേക്ക് എത്തണം, അവരെൻ്റെ വെബ്സൈറ്റിൽ വരണം, എന്നാലാണ് എനിക്ക് പൈസ കിട്ടുക. പ്യുവർലി മോണിറ്റൈസേഷൻ ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം ഞാൻ എന്താ ആലോചിക്കുക, ഞാനൊരു പൃഥ്വിരാജിൻ്റെയോ ടൊവിനോ തോമസിൻ്റെയോ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ സിനിമേൻ്റെ റിവ്യൂ എഴുതി കഴിഞ്ഞാൽ അവരുടെ പേജിലോ എവിടെയെങ്കിലും എൻ്റെ റിവ്യൂ എടുത്തിട്ട് ലിങ്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടേക്ക് എത്തി, പിന്നെ ഇതല്ലേ, അപ്പോൾ അത് കിട്ടും.
അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഇവർ ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഫേസ്ബുക്കിൻ്റെ സമയത്ത് ഇങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്താലേ നമുക്ക് റീച്ച് ഉള്ളൂ, അല്ലാതെ ഈ ഓർഗാനിക് റീച്ചൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് അപ്പോൾ എനിക്കത് ചെയ്താൽ പോരെ. അതായത് എല്ലാ പടത്തിനെയും എങ്ങനെയെങ്കിലും പോസിറ്റീവ് ആക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഷെയർ ചെയ്യും, അപ്പോൾ എനിക്ക് പൈസയും കിട്ടും. ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയല്ലേ, ആരും ചെയ്യാൻ നിൽക്കാറില്ലല്ലോ. അല്ല ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പം നമ്മുടെ ചാനലിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് ഇതിൽ വരുന്ന റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ പല റിവ്യൂവിനും ആരാ റിവ്യൂ എഴുതിയെന്ന് പോലും ഉണ്ടാവില്ല. മറ്റേ സ്വന്തം ലേഖകൻ ടൈപ്പ് പരിപാടികളാണ്. ഡെസ്ക്, ന്യൂസ് ഡെസ്ക് എന്നുണ്ടാവും. അത് പോസിറ്റീവ് ആയിരിക്കും. മുഖ്യധാരാ മാധ്യമങ്ങളിലെ റിവ്യൂ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ 100ൽ 12 സിനിമയെ പരാജയപ്പെടുന്നുള്ളൂ. മനസ്സിലായി. ഞാൻ മറ്റേ മൂവി റിവ്യൂ ബോംബിങ് പരാതി വന്ന് മാതൃഭൂമി മറ്റേ റൈറ്റപ്പ് ചെയ്തപ്പോൾ ഞാൻ മാതൃഭൂമിയിലെ റിവ്യൂസ് മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ. ഇത്രയും ലിങ്ക് കൊടുത്തു, ഈ പടങ്ങളൊക്കെ ഇവിടെ 8 നിലയെ പൊട്ടിയതാണ്, ഇതിൻ്റെയൊക്കെ റിവ്യൂ നോക്കൂ, ഇതുപോലൊരു നല്ല സിനിമ മലയാളത്തിൽ വേറെ ഇല്ല എന്ന് പറഞ്ഞ് റിവ്യൂ എഴുതി വിടുകയാണ്. നമുക്കിത് കിട്ടണമെങ്കിൽ, ഫെയിം കിട്ടണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ പോസിറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിവ്യൂവേഴ്സിൻ്റെ എല്ലാം ഫേസ് കട്ട് ചെയ്തിട്ട് ഞാൻ മലയാളത്തിലെ പ്രമുഖ നടന്മാരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം മറ്റേ ഫീഡിൽ വരുന്ന സമയം, ആ ഗ്രിഡിൽ വരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോസിറ്റീവ് പറയുമ്പോഴേ അവരിടുള്ളൂ. അത് പോപ്പുലാരിറ്റി ആണെങ്കിൽ അതെ. അല്ല ഞാൻ പറയുന്നത് എന്താണ്, ഓക്കെ അത് ലോജിക്കൽ. എന്ത് നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞു, അവർ മാർക്കറ്റിങ്ങിന്. പക്ഷെ എനിക്ക് പോപ്പുലാരിറ്റി മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ എനിക്ക് അത് മാത്രം ചെയ്താൽ പോരെ, പോസിറ്റീവ് കൊടുത്താൽ പോരെ. നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യാണെന്നല്ല നമ്മൾ പറയുന്നത്, അത് ആക്സെപ്റ്റ് ചെയ്യുക. ഏത് അയാൾക്ക് നെഗറ്റീവ് പറയാനുള്ള റൈറ്റ് ഒപ്പീനിയനായി അക്സെപ്റ്റ് ചെയ്താൽ മതി. മറ്റേ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനല്ല, ജസ്റ്റ് ആൻ ഒപ്പീനിയൻ, വിട്ടേക്ക്. നമ്മൾ പലപ്പോഴും ഒരു മൈനോറിറ്റി ആയിരിക്കും. ഇപ്പം റീസെൻ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം മൈക്കിൾ എന്ന് പറഞ്ഞ പടം, എനിക്ക് ആ പടം ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതിലേക്ക് വന്നില്ല. എനിക്കും സിനിമ മോശമൊന്നുമല്ല, എക്സ്പെക്ടേഷൻ വന്നിട്ടില്ല. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് കോൺസേർട്ടിന് പോയിരുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ ഈവൻ എൻ്റെ റിവ്യൂവിൻ്റെ അകത്ത് പോലും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ മൈക്കിൾ ജാക്സൻ്റെ വലിയ ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓർമ്മകൾ റീലിവ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു 10-55 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിലപ്പം മറ്റേ ത്രില്ലർ എന്ന് പറയുന്ന പാട്ട് ആദ്യമായിട്ട് കാസറ്റ് വാങ്ങി കേട്ടത്, അതിൻ്റെ വീഡിയോ കണ്ടത്, ഇതിൻ്റെ ഒക്കെ നൊസ്റ്റാൾജിക് ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് കാണുന്ന സമയത്ത്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലി മൂവിങ് ആയിട്ടുള്ള സാധനമായിരിക്കും ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഇമോഷനല്ല. പക്ഷേ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ഉത്സവപ്പറമ്പിലോ എന്തെങ്കിലും ഒരു പരിപാടിയിലോ ഒക്കെ മൈക്കിൾ ജാക്സൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരാൾ സ്റ്റേജിൽ കർട്ടൻ പൊന്തിക്കഴിഞ്ഞാൽ അയാൾ എന്ത് സ്റ്റെപ്പ് കളിച്ചാലും ആളുകൾ ഫുൾ അവിടെ നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര കൾച്ചറൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു ഫിഗറാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. മൈക്കിൾ ജാക്സൺ എന്നുള്ള പേരിലല്ലേ ആ സിനിമ വന്ന് കുറച്ച് ഒരു കൂട്ടം ഡാൻസേഴ്സിന്റെ സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്? അല്ല, അതെന്തായിരുന്നു? അയ്യോ, മൂൺ വാക്ക്. അതെ, ഈ സിഗ്നേച്ചർ മൂവ് മൂൺ വാക്ക്. അപ്പം മൂൺ വാക്ക് സിനിമ വരുമ്പോൾ ഞാനും ആലോചിച്ചു, അതായത് അതിന്റെ കാലഘട്ടവും ഇതുമായിട്ട് ഇതാണല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഈ ഡാൻസ് കണ്ട് കോരിത്തരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഡാൻസ് ചെയ്യണമെന്ന് മോഹിക്കുകയെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ അമ്മാതിരി കണക്ഷൻ ആയിരിക്കും. പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് മൂൺ വാക്ക് കാണുമ്പോൾ കുറച്ച് ചെക്കന്മാർ ഡാൻസ് കളിക്കുന്നതിനപ്പുറത്തേക്കൊന്നും തോന്നില്ല. അല്ല, ഇത് എന്താ പറയുക, എല്ലാം പറയുന്നത് ഈ ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പം ഞാൻ ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മറ്റേ ക്യൂവിൻ്റെ അകത്ത് ഒരു റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ണി ഉണ്ടായിരുന്നില്ലേ റിവ്യൂവേഴ്സ് റൗണ്ട് ടേബിൾ. അതിൽ വിശാൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് 2018 എന്ന് പറയുന്ന സിനിമ മലയാളികൾ, അതായത് ഇന്നുള്ള മലയാളികൾക്ക്, ഇന്ന് തിയേറ്ററിൽ പോകുന്ന ഒരുവിധം മലയാളികളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തതാണ്. എല്ലാവർക്കും ആ ഒരു 2018 സ്റ്റോറി ഉണ്ട്. ഞാൻ എവിടെയായിരുന്നു, ഞാൻ എന്ത് ചെയ്യായിരുന്നു, നേരിട്ട് പ്രളയം ബാധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും. അതായത് ഇപ്പം ഞാനൊക്കെ ആ സമയത്ത് എൻ്റെ വീട്ടിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ദുരിതാശ്വാസ ക്യാമ്പ്, അവിടെ ഫുഡൊക്കെ കളക്ട് ചെയ്യുക, അത് പാർസലാക്കിയിട്ട് വിടുന്ന സ്ഥലങ്ങളില്ലേ. അപ്പോൾ കോഴിക്കോടുള്ള ആ സ്ഥലത്തായിരുന്നു ഞാനൊരു 3-4 ദിവസം. എല്ലാ ദിവസവും പോവുക, പാക്ക് ചെയ്യുക, ഇത് വിടുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട്. 2018 ഈ പ്രളയം നടന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു. അപ്പം ആ പടത്തിൻ്റെ ക്രാഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സാധനവും ആരും അങ്ങനെ നോക്കുന്നില്ല. നമ്മളെല്ലാവരും ഇമോഷണലായിട്ടാണ് ആ പടത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം വിശാൽ അന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു പറഞ്ഞാൽ, വിശാൽ അത് കണ്ടത് ചെന്നൈയിൽ നിന്നാണ്. ആ വീഡിയോയിൽ വിശാൽ അത് പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ചെന്നൈയിൽ നിന്ന് 2018 എന്ന പടം കാണുന്ന സമയത്ത് അവിടുത്തെ മെജോറിറ്റി ഓഡിയൻസിന് ഈ ഇവൻറ്റുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ല.
അവരൊരു ഫാൻറ്റസി സ്റ്റോറി പോലെയാണ് കാണുന്നത്. അതായത് ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണെന്നുള്ള പോലെ പോലും അല്ല കാണുന്നത്. അവിടെയുള്ള ആളുകൾക്ക് നമ്മുടെ മറ്റേ ഹെലികോപ്റ്റർ തിരിച്ചു പോകുന്ന സമയത്ത് താങ്ക് യു എന്ന് റൂഫിൻ്റെ മുകളിൽ എഴുതി വെച്ചൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രളയത്തിൻ്റെ ഒരു ഐക്കോണിക് മൊമെൻ്റ് ആയിരുന്നു. അതായത് ന്യൂസ് ചാനലുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് സേനയോട് മലയാളികൾ നന്ദി പറഞ്ഞതിൻ്റെ ഒരു സിമ്പലൊക്കെ ആയിരുന്നു ആ സാധനം. നമുക്ക് ഗൂസ് ബംസ് ഐറ്റമാണത്. ഇത് ചെന്നൈയിലെ ഓഡിയൻസ് കാണുമ്പോൾ എന്താണ്, അവർക്കൊരു വികാരമില്ല, അവർക്കത് ക്രിഞ്ചാ, അയ്യേ ഇത് ഓവറാക്കിയില്ലേ എന്നുള്ള പോലെയാണ് ഇവർ. വീടിൻ്റെ മുകളിൽ പെയിൻറ് കൊണ്ട് താങ്ക് യു എന്ന് എഴുതി, ഇതൊക്കെ ഓവറല്ലേ എന്നുള്ള ലെവലിലാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതേ സംഭവമാണ്. അതായത് ഓരോ പടവും ഓരോരുത്തർക്കും ഒരു ഇമോഷൻ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പടം ഇമോഷണലായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇതൊന്നും നോക്കൂല, ഒരു വിഷയമില്ല, ടെക്നിക്കലിയും ഒന്നും വേണ്ട. അതൊന്നും നമുക്ക് ആ സമയത്ത് ബോധേഡ് ആവില്ല. അപ്പം എൻ്റെ ജീവിതകഥ തന്നെ അയാൾ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറയുക. അപ്പം അതിൽ പക്ഷേ എന്താ പറയുക, എഴുത്ത് ഡയലോഗ് ഡ്രമാറ്റിക് ആണ്, മറ്റേത് അതാണ് ഇതാണ്, ഇതൊന്നും നമുക്ക് അന്നേരം നമ്മുടെ തലയിൽ ഓടില്ല. നമുക്കത് കണക്റ്റായി എന്ന് പറയുന്നൊരു സാധനമാണ്. ബേസിക് സാധനം ഇതാണ്. ഈ പറഞ്ഞ പോലെ നമുക്കിത് കണക്റ്റ് ആവുക ഇല്ല എന്നുള്ളത്. ഇപ്പം മൈക്കിൾ എന്ന് പറഞ്ഞ പടം ഈ പറഞ്ഞ പോലെ ഈ പോപ്പ് മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന, അതിൻ്റെ കൾച്ചറും ന്യൂആൻസസും ഒക്കെ അറിയുന്ന, മൈക്കിൾ ജാക്സനെ പറ്റിയിട്ട് ഒരുപാട് അറിയുന്ന ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് വളരെ ഇതായിരിക്കും. ഞാൻ കുറച്ചുകൂടെ അതിനെ ഒരു ബയോപിക് ആയിട്ട് ഇതെങ്ങനെ എടുക്കാം. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ബയോപിക്കിൻ്റെ ടിപ്പിക്കൽ ടെംപ്ലേറ്റിലാണ് ആ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ഒരു ഗ്രേ ഷെയ്ഡും ഇല്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. വായിച്ച് വളരെ സിമ്പിളായ മനുഷ്യൻ. അതായത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എന്താ പറയുക, സെക്ഷൽ അലിഗേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നൊരു മനുഷ്യനെ പറ്റിയിട്ടാണ് സിനിമ. അപ്പോൾ ആ മനുഷ്യനെ ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ലെങ്കിൽ എന്തായിരിക്കാം, നമുക്കൊരു ഇൻ്റർപ്രിട്ടേഷനുള്ളൊരു പോസിബിലിറ്റി തരാം. ഇയാൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു മനുഷ്യനായി ഭാവിയിൽ മാറിയത്, അതിനുള്ളൊരു പോസിബിലിറ്റി പോലും വരാതെ ഒരു അച്ഛൻ തല്ലി വളർത്തിയൊരു മകൻ, ഇത്രയും ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിൽ നിന്ന് അച്ഛനോട് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള മൈക്കിൾ ജാക്സന്റെ ബുദ്ധിമുട്ടാണ് ഇത്, കോൺഫ്ലിക്റ്റ്. അയാൾ അവസാനം നോ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഞാൻ എൻ്റെ പണിക്ക് പോകുന്നു. ഇതാണ് ആ പടത്തിന്റെ റെസൊല്യൂഷൻ. ഇത്രയും ഒതുക്കി കളഞ്ഞു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. വേറെ ഒന്നും ഇല്ലാണ്ട് ഞാനതാ മകന്റെ അച്ഛൻ തോന്നുന്നു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഇത്രേ ഉള്ളൂ. ഒരു അച്ഛനും മകനും തമ്മിലുള്ള, അതിന് മൈക്കിളിന്റെ പേരിട്ടൊരു സിനിമ ഇട്ടിട്ടില്ല. ഇത് പറയുന്നത് ഇത് ഞങ്ങളുടെ പേഴ്സ്പെക്റ്റീവാണ്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, രഞ്ജിത്തിന്റെ ലീല എന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് ഞാൻ ഈ ബുക്ക് വായിച്ച് സിനിമ എന്ന് പറയുന്ന പരിപാടി വെലിങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പം ഞാൻ പക്ഷേ ഈ പടം എല്ലാവരും, അതായത് ലീല എന്ന് പറയുന്ന ബുക്ക് വളരെ ചിലവായിട്ടുള്ളൊരു ബുക്കായതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്, ഓ അതിൻ്റെ സിനിമ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്തൊരു മനുഷ്യനായിട്ട് പോകണ്ട, ബുക്ക് വായിച്ചേക്കാം. അപ്പം ഞാൻ ബുക്ക് വായിച്ചു. ബുക്ക് വായിച്ചിട്ട് ബുക്ക് പോലെ തന്നെ ഏറെക്കുറെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അന്ന് ഞാനത് കണ്ട സമയത്ത് എനിക്ക് ഓക്കെ ആയിരുന്നു പടം. അപ്പോൾ അന്നത്തെ വേറൊരു റിവ്യൂവർ എന്നെ അടുത്ത് വിളിച്ചിട്ട് സംസാരിച്ചു, പുള്ളിക്ക് വർക്കായിട്ടില്ല. അപ്പോൾ എന്നോട് പുള്ളി സംസാരിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ഇതിൽ പുസ്തകത്തിൽ ഇയാളുടെ പേഴ്സ്പെക്റ്റീവിലാണ് കഥ പറയുന്നത്, സിനിമ വരുമ്പോൾ മറ്റേ ആളുടെ POVയും കൂടി ഇവർ ആഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും, ഇത് പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അതൊന്നും ഉണ്ടായില്ല. ഇത് ചുമ്മാ പുസ്തകത്തിന് അതേപോലെ എടുത്തു വെച്ചിരിക്കുന്നു. ഇന്നത്തെ ഞാൻ ചിലപ്പം അതേ കാര്യം പറയും. കാരണം നമ്മൾ ഒരുപാട് ബയോപിക്, ബുക്ക് ബേസ്ഡ് മൂവീസ് കാണുമ്പോൾ ഏതെങ്കിലും ഒരു 1-2 മൂവി ഇതുപോലെ ഒരു പരിപാടി ചെയ്തു എന്ന് വിചാരിക്കുക. പുസ്തകത്തിന് അതേപോലെ എടുത്ത് സ്ക്രീൻ പ്ലേ ആക്കാതെ കുറച്ചുകൂടി ഒന്ന് റീഇൻവെൻറ്റ് ചെയ്ത് വേറൊരു ക്യാരക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവിലൊക്കെ കൊടുത്ത് സസ്പെൻസോ അല്ലെങ്കിൽ ക്ലൈമാക്സ് എന്താണെന്ന് അറിയുന്ന പ്രേക്ഷകന് പോലും ഓ ഇതൊരു വ്യത്യാസമായിരുന്നു, ഞാൻ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ഇത് പ്രതീക്ഷിച്ചതെന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ട് ശീലിച്ച നമ്മളുടെ ബയോപിക്കുകളെ പറ്റിയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് മാറും. അപ്പോൾ നമുക്കത് പോരാന്നുള്ളതിലേക്ക് വരും. ഇത് ചുമ്മാ ഇതെടുത്ത് വെച്ചാൽ പോരാ. അപ്പോൾ എനിക്കിപ്പം ബയോപിക്കുകളെ പറ്റിയിട്ടുള്ളൊരു സാധനത്തിലേത് ഈ ടെംപ്ലേറ്റ് സാധനം കുറേ കണ്ട് എന്താ പറയുക, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തോ എടുത്ത് കാണിച്ചു തരും. 5 വയസ്സുള്ള അല്ലെങ്കിൽ 2 വയസ്സുള്ള സച്ചിൻ ടെണ്ടുൽക്കർ 2 കാലിൽ നിന്നപ്പോഴേക്കും ആദ്യം പോയിട്ടെടുത്തത് ക്രിക്കറ്റ് ബാറ്റ് ആയിരുന്നു. ചുമ്മാ ഒരു സാധനം വീണ്ടും കാണിക്കാൻ വേണ്ടി അല്ല, ഇയാളുടെ രക്തത്തിൽ ക്രിക്കറ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അതിപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും, ഓ ഗൂസ് ബംസ്. പിന്നെ ഒരു 4 ആളെ ബയോപിക്ക് കാണുകയാണ്, എല്ലായിടത്തും ഇതേ പരിപാടി. ഇത് നമുക്ക് ആദ്യവും രണ്ടാമതൊക്കെ കാണുമ്പോൾ രസമായിരിക്കും. പക്ഷേ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്ത് ഇത് ഇവർക്ക് മാറ്റി പിടിക്കാനായില്ലേ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഫിഗറിനോട് അതിഭീകരമായ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെ കാണുന്നത്
ഒരു ബയോപിക് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് കണ്ടു മടുത്ത രീതിയിൽ നിന്ന് മാറിയിട്ട് എങ്ങനെ എടുക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ ചിലവർക്ക് അത് എഗ്രി ആവില്ല, കാരണം അവർക്കത് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു കുട്ടിക്കാലം ഫോളോ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആ അമ്മയുടെ പെർസ്പെക്റ്റീവ്, അതായത് ആ ഒരു ഫാമിലി കണക്റ്റഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഇമോഷണൽ കണക്ട് കിട്ടും. മൈക്കിൾ ജാക്സൺ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ആ ഫാമിലി, ആ സ്റ്റോറിയും സാധനങ്ങളും ഇതിൽ എന്തെങ്കിലും ഒന്ന് നമ്മളെ കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫോർമാറ്റ് ഈവൻ ഇത് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് വർക്കാകുന്ന സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ലൈക്ക് എനിക്കത് ഇപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞതോടെ ഞാൻ മൈക്കിൾ ജാക്സനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിഞ്ഞു, അല്ലെങ്കിൽ അയാളോട് എനിക്കൊരു എന്തെങ്കിലും ഒരു എമ്പത്തി കൂടിയെന്നോ, അല്ലെങ്കിൽ അയാളുടെ ഗ്രേ ഷെയ്ഡിനെ പറ്റി മനസ്സിലായെന്നോ അങ്ങനെ ഒന്നും തോന്നില്ല. ലൈക്ക് പബ്ലിക് ഡൊമൈനിലുള്ള പുള്ളിയെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവിനൊക്കെ ഒരു ഡ്രാമറ്റൈസേഷൻ കൊടുത്തു എന്നുള്ളത് മാത്രം. അതായത് മറ്റേ ഇയാളുടെ വീട്ടിൽ ഇയാൾ ഒരുപാട് പെറ്റ്സിനെ വളർത്തുമായിരുന്നു, പല ഇതിനെ. അപ്പോൾ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്തു, അതിൽ കൂടുതൽ ഒന്നും വരുന്നില്ല ആ ഒരു സാധനം. പക്ഷെ അതൊരു ഡിസ്നി പരിപാടി പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്, ഡിസ്നിയുടെ ടെംപ്ലേറ്റ് പോലെ. എന്തായാലും നമ്മൾ സംസാരിച്ച് ഒരുപാട് സൂര്യൻ അസ്തമിക്കാനായി, അതുകൊണ്ട് തന്നെ വിഷ്വൽ ഡാർക്കായി കാണുന്നുണ്ട്. ഓക്കെ, വിഷ്വലൊക്കെ ഭയങ്കര ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളപ്പം വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും തിരക്കിട്ട ജീവിതത്തിന് ഇടയിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു, നമുക്ക് വേണ്ടി ഒരല്പ സമയം മാറ്റിവെച്ചതിന് ഫോർമാലിറ്റി ലെൻസ്മാനോട് നന്ദി പറയുകയാണ്. ആൻഡ് ലെൻസ്മാൻ്റെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. യു ഷുഡ് ചെക്ക് എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ചില സിനിമകൾക്ക് ഭയങ്കര കട്ട നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഇട്ട്, ഞാൻ പോസിറ്റീവ്സ് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ടിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ പോലും എനിക്ക് വർക്കാവാത്ത സിനിമകളുടെയൊക്കെ കാര്യം പറയുമ്പോൾ ചിലരൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആക്രമിക്കും. ആ സമയത്ത് ഞാൻ പോയി ലെൻസ്മാൻ്റെ റിവ്യൂ വായിക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവ്സ് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ കൂടി ഉണ്ട്. അല്ല, അതൊരു ടിപ്പിക്കൽ മലയാളി ആറ്റിറ്റ്യൂഡാണ്. മറ്റേ എന്താ പറയുക, അപ്പുറത്തെ വീട്ടിലും കറണ്ട് ഇല്ല, പക്ഷെ ഇങ്ങനെ ആരും തെറി പറയുന്നത് ഞാൻ കാണില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനൊരു ആ നെഗറ്റീവ് കണ്ടിട്ടുണ്ട്, ഞാൻ മാത്രമല്ല അത് നെഗറ്റീവായിട്ട് കാണുന്നത്. പക്ഷേ എൻ്റെ റിസൾട്ടിലുള്ള അഭിപ്രായം ചിലപ്പോൾ മാറും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ആ പെർട്ടിക്കുലർ പോയിന്റ് വാലിഡ് ആണെന്ന് പറയുന്ന അങ്ങനത്തെ വാലിഡേഷൻ സാധനങ്ങൾ ഞാൻ പറയുന്നത്, ഈ പുള്ളിയുടെ മറ്റേ സിഗ്നൽ കാണാൻ നിൽക്കരുത്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ വായിക്കുന്ന ആളാണെങ്കിൽ, വായിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ മുഴുവൻ റിവ്യൂ വായിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അതൊരു ഭയങ്കര പരിപാടിയാണ്. നല്ല രസമായിട്ട് സിനിമയുടെ വേറൊരു പെർസ്പെക്റ്റീവും. ഇപ്പോൾ വീഡിയോ ഉള്ളത് കൊണ്ട് കേൾക്കാനും പറ്റും. ഇനി എനിക്ക് തോന്നുന്ന ആൾക്കാർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, വായിക്കുമ്പം വേറൊരു പണി എടുക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ എന്ന് പറയുന്ന സാധനം നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തും കേട്ടാൽ മതിയല്ലോ. പക്ഷെ എനിക്ക് നിങ്ങളുടെ വായിക്കാൻ ഇഷ്ടം. അപ്പോൾ അതിൽ നല്ലതാ. അപ്പോൾ നല്ല ചില ഡയലോഗ്സും സാധനങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പം ഡു സബ്സ്ക്രൈബ്. ആൻഡ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, നല്ല ചാനലാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.